TVNR MLA ഭരണ സർക്കാരിനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2.25 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പത്രസമ്മേളനം വിളിച്ചു വരുത്തി വലിയ രീതിയിലുള്ള കടന്നക്രമിക്കുന്ന പിണറായി വിജയനെയും അതുപോലെ തന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും ഈ പറയുന്ന CPM-ന്റെ ഉന്നതതല നേതാക്കന്മാർക്ക് എല്ലാവർക്കും എതിരെയും വല്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു തലമാണ് നമ്മൾ കണ്ടത്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു പത്രസമ്മേളനം തന്നെയായിരുന്നു. കാരണം ഇത്രയും നാളും ഈ കഴിഞ്ഞുപോയ 2-3 ആഴ്ച PV Anwar വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിൽ പിണറായി വിജയനെ സംരക്ഷിച്ച് പിടിക്കുന്ന ഒരു കവചം തീർത്തുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു കവചമൊക്കെ തകർത്തുകൊണ്ട് പിണറായി വിജയനെയും കടന്നക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള വൈകാരികത നിറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. ഒരു എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ചുള്ള വിഷയം അത് അന്ന് PV Anwar തുറന്നു പറഞ്ഞപ്പോൾ പിണറായി വിജയൻ അതിനെ മറച്ചത് കണക്കുകളെല്ലാം തെറ്റാണ് PV Anwar പറഞ്ഞിരിക്കുന്നത്. പിടിക്കുമ്പോൾ കിട്ടുന്ന ഇപ്പോൾ ഗോൾഡ് ഉരുക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഷർട്ടിലോ പാൻറ്റിലോ ആയിരിക്കും. തൂക്കുമ്പോഴത്തേക്കിൽ ഈ പറയുന്ന ഷർട്ടും പാൻറ്റിൻ്റെയൊക്കെ തൂക്കം കൂടിയൊക്കെ ചേർന്ന് വരും. അതാണ് അവിടെ ഒരു വ്യത്യാസമായിട്ട് PV Anwarന് മനസ്സിലാവാതെ വന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു പ്രക്രിയ അങ്ങനെയല്ല ഗോൾഡ് കോടതിയിൽ എത്തുന്നത്. അതിന് പ്രത്യേക തൂക്കം അതിന് തരംതിരിക്കുന്ന ഒരു തലമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് PV Anwar പിന്നെയും അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും അത് മറുപടി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നത് ഏതോ ഒരു മുഖം മറച്ചു വെച്ചിരിക്കുന്ന ഏതോ ഒരു ഗോൾഡ് സ്മഗ്ലിംഗുകാരനെ വെള്ളപൂശുന്ന ഒരു തലത്തിലേക്കാണ് PV Anwar പോയത് എന്നാണ്. പക്ഷെ അതിന് ഈ പ്രാവശ്യം മറുപടി കൊടുത്തിരിക്കുകയാണ്. 2 കുടുംബങ്ങളെ പബ്ലിക്കിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് PV Anwar പിണറായി വിജയന് മറുപടി കൊടുക്കുന്നത്. ഏതൊക്കെ തലത്തിലാണ് പോലീസുകാർ ഈ ഗോൾഡ് സ്മഗ്ലിംഗിൽ ഉൾപ്പെടുന്നതെന്നും അവരെങ്ങനെയാണ് ഗോൾഡ് തട്ടിയെടുക്കുന്നതും എന്നുള്ള എല്ലാ വശങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്രാവശ്യം PV Anwar മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ SP ഓഫീസിന്റെ സമീപത്തുള്ള അദ്ദേഹം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള മരമുറിപ്പ് കേസ് അതും തുറന്നു കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പല കാര്യങ്ങളും MR അജിത് കുമാറിന്റെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചും അങ്ങനെ നിരവധി കാര്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ വിവാദമുണ്ടായ അന്നു മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു പത്രസമ്മേളനമാണ്. കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ അറിയേണ്ട കുറെ കാര്യങ്ങൾ PV Anwar തുറന്നു പറയുന്നുണ്ട്. ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമുക്ക് ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ തന്നെ അതിനെ തരം തിരിച്ചെടുക്കാൻ നോക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു പേപ്പറിൽ നോക്കി വായിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന MR അജിത് കുമാർ എഴുതി കൊടുക്കുന്നതും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറയുന്നതും ആണ് ഈ വായിച്ച് മലത്തുന്നത് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. നമുക്ക് ഒരു കാര്യം ഇതുകൊണ്ട് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിണറായി വിജയൻ ഇതിനെപ്പറ്റി നമ്മുടെ പോലീസ് വിഭാഗം നടത്തിക്കൂട്ടുന്ന ക്രൂരതകളെ പറ്റി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ പറ്റി ഒരു വക അറിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ കൂടെ PV Anwar MLA കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിണറായി വിജയന് CM-ന് കൈകാര്യം ചെയ്യുന്ന ഒരു പറ്റിയ ഒരു ഫീൽഡേ അല്ല ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് എന്നത്. അത് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ വെച്ചൊടിയേണ്ടുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് PV Anwar MLA തുറന്നു പറയുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുവരെയും പിണറായി വിജയനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വളരെ കടന്നക്രമിച്ചുകൊണ്ടാണ് PV Anwar MLA കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത്. നമുക്ക് ആ ഒരു സംസാരിച്ച് നീട്ടാൻ നമുക്ക് വൈകാതെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തിച്ചേരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു പത്രസമ്മേളനം കണ്ട് അവസാനിപ്പിക്കാം. വീഡിയോയിലേക്ക് പോകാം. മനസ്സിലാകില്ലെന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം. പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ രണ്ടാമതും പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിച്ചതായിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമേ പ്രതികരിക്കൂ എന്ന് ജനങ്ങളോടും പ്രത്യേകിച്ച് സഖാക്കളോടും പാർട്ടിയോടും വാക്ക് നൽകിയതായിരുന്നു. പാർട്ടിയുടെ അഭ്യർത്ഥന മാനിക്കുന്നതോടൊപ്പം പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത് അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പരിശോധനയ്ക്ക് വിധേയമായി ഉള്ള തീരുമാനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കേസിന്റെ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കും. ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ നിർദ്ദേശം മാനിച്ചത്. പക്ഷേ കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അന്വേഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന്, മരമുറിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ
പോലീസ് അന്വേഷിക്കുന്ന രീതി വളരെ പരിതാപകരമാണ്. കാരണം ഇതിൽ മരം ലേലത്തിലെടുത്ത കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായി ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം അദ്ദേഹം മുറിച്ച മരത്തിന്റെ മരക്കുറ്റിയുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഫോട്ടോയിൽ നിന്ന് മരത്തിന്റെ കുറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. 1 കിലോമീറ്റർ SP ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്യാമ്പ് ഓഫീസർ. എന്നെ നേരിൽ കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് പോലീസ് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. തൊട്ടടുത്ത അയൽവാസി വീടുകളിൽ പോയി ഇത് മുമ്പുള്ള SP മുറിച്ചതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഇന്റർവ്യൂ നിങ്ങളാരെ പുറത്തുവിട്ടതായിരുന്നു. അതൊരു ഭാഗം. രണ്ടാമത് ബഹുമാനപ്പെട്ട IG-യോട് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് 188ഓളം കേസുകൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളാണ് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും നിങ്ങളത് കേട്ടി. ഞാൻ IG-യോട് പറഞ്ഞത് ഈ 188 കേസിൽ ഒരു 25 ആളുകളെങ്കിലും കാരിയേഴ്സിനെ നിങ്ങൾ പോയി കണ്ട് അവരോട് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. എയർപോർട്ടിന് പുറത്ത് വെച്ച് എവിടുന്നാണ് ഗോൾഡ് പിടിച്ചത്, പിടിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്, പിന്നീട് ആ വാഹനത്തിൽ കയറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെ വെച്ചാണ് അവരെ ചോദ്യം ചെയ്തത്, എവിടെ വെച്ചാണ് ഇത് തൂക്കിയത്, ആരാണ് ഇതിന് സാക്ഷി നിന്നത്, ഏത് തട്ടാന്റെ അടുത്താണ് ഇത് ഉരുക്കിയെടുത്തത്, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത്, ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായും വിവരം കിട്ടുമെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെ അങ്ങനെ ആരുമെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്കറിവില്ല. അവസാനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് എടവണ്ണ പോലീസ് റിദാൻ വധക്കേസ്, ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഏറ്റവും പ്രബലമായ പരാതി റിദാൻ വധക്കേസായിരുന്നു. ആ റിദാൻ വധക്കേസ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ SITയുടെ അന്വേഷണ പരിധിയിലാണ്. അതിന്റെ സ്വകാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത് മഞ്ചേരി ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത റിദാൻ വധക്കേസ് 3 ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ഒരു പരാതി, ഒരു പെറ്റീഷൻ കോടതി കൊടുക്കുകയാണ്. എന്താണ് പെറ്റീഷൻ? റിദാൻ വധക്കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉണ്ടായിരുന്നത് റിദാന്റെ ഫോണിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഫോൺ തട്ടിയെടുക്കാൻ വന്നവരാണ് റിദാനെ കൊന്നത് എന്നാണ് പൊതുവായിട്ടുള്ള സംശയം എന്ന് ഞാൻ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. ആ ഫോണിനെ കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ പോലീസ് കൊടുത്ത്, ഞാൻ ആ ഡോക്യുമെന്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്, കോടതി കൊടുത്ത് വ്യക്തമായ സൂചനകൾ ലഭ്യമായതുകൊണ്ട് വിചാരണ നിർത്തിവെച്ച് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ്. എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ്. അതൊരു ഭാഗത്ത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പുറ പ്രവർത്തകൻ പോലീസ് കേസ് എടുക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് സ്വർണം കടത്താൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് അവരെക്കുറിച്ച് അങ്ങനെ ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട്, ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ PV അൻവറാണോ നിങ്ങൾ ചോദിച്ചു. അപ്പൊ പുള്ളി എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? അത് നിങ്ങൾ പറ, ഞാനായിട്ട് പറയും. എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്? PV അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? കള്ളക്കടത്തുകാരെ എന്ത് വൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് മഹത്വവൽക്കരിക്കുന്നു. അതെ, മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്? ഇത് ആരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവനയാണ്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. കാരണം
ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു. പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുക, സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത്. എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. DIC തിരിച്ച് കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന, കോമൺ സെൻസ് ഉള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതിയത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പി ശശിയും ഞാനും 40 വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് പി ശശിയെ കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല. പ്രഥമ ദൃഷ്ടിയാൽ ഇതിലൊരു കഴമ്പില്ല. അൻവർ തന്ന പരാതി പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തൊരു പരാതി ചെയ്യാം, നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അങ്ങ് തൊട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത്. അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കടയിലെ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരന്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ 2 അടി കൂടി പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. ഇതിന്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ആ നയത്തിൽ, ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോ മാറിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത്? എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു. പിന്നെ എന്തോ ഒരു 1500 ഗ്രാമിന്റെ പാന്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു. ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല അജിത് കുമാർ എഴുതി കൊടുത്തായിരിക്കും ഇതൊക്കെ, അല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാണ് എല്ലാവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, എല്ലാവിധ പ്രൊസീജിയറുകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് സാക്ഷി വെക്കേണ്ടവനെ സാക്ഷി വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോ അതങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ? എന്തുകൊണ്ട് തെളിയിക്കണം? ഇനിയാണ് പത്രപ്രവർത്തകർ, എന്റെ പൊതുസമൂഹം, കേരളത്തിലെ ഈ പറയുന്ന ബഹുമാനീയരായ ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്കിനി പ്രതീക്ഷ കോടതിയാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ്. കാരണം നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എല്ലാം അവരുദ്ദേശിച്ച രീതിയിൽ വളച്ചു പോവുകയാണ്. അതിനപ്പുറം ഇപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ കമ്മിറ്റ്മെന്റ് മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരാനും നിങ്ങൾ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിന്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി. വേറെ നിവൃത്തിയില്ല. അതിന്റെ ഭാഗമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാർ, കേസിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമായിട്ട് ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വീടുകളിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സ്വകാര്യ സ്ഥലത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് തെളിവെടുക്കാൻ. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താണ്,
എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻവറാണോ എന്ന് നോക്കണം. പേരില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല, ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത്. കോൾ റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ആദ്യം തന്നെ, എനിക്കിനി പല കാര്യങ്ങളും പറയാനുണ്ട്. ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്നും എനിക്കറിയില്ല. ഞാൻ അതിശയോക്തിപരമായി പറയാ എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അപ്പം അദ്ദേഹമാണ് ഈ CM-ന് ഈ കഥാ സ്റ്റോറി എഴുതി കൊടുത്തത്. അതാണ് CM ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. CM ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ, പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ? എന്താണ് ഈ ചങ്ങാതി പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? പോലീസ് അവിടെ നിൽക്കട്ടെ. പോലീസിന്റെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, കൊണ്ടോട്ടി അങ്ങാടിയിലെ റോഡ് അടിച്ചു വാരുന്ന സഹോദരിക്ക് ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിയും, കടല വറക്കുന്നവനറിയും, ടാക്സിക്കാർക്കറിയും. ഒന്ന് വിളിച്ചോ CM? എന്താണ് ഈ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? എന്താണ് നാട്ടിലെ സംസാരം? ഉണ്ടായില്ലല്ലോ. ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവാണ്. എൻ്റെ പിന്നാലെ പോലീസ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേട്ടു. ഞാൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കുമ്പോൾ 2 പേരവിടെ നിൽക്കുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിൻ്റെ ബാക്കിലൂടെ വന്ന് നോക്കുമ്പോൾ 2 പോലീസുകാരാണ്. അപ്പം ഞാൻ വീട്ടിൽ, കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല. എടവണ്ണ പഞ്ചായത്തിൽ ഗേറ്റ് അടക്കാത്ത വീടാണ് എൻ്റെ വീട്. 50-60 വർഷമായി ഗേറ്റ് അടക്കാറില്ല. ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ്. വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ, പോകാം, നടക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പം ഞാൻ ഇരിക്കുന്ന എൻ്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും. മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട്, അതും പാതിരാത്രിക്കാണ്. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട CM-ന് ഈ പറയുന്ന ADGP അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണോ വാസ്തവം? അതല്ല, ഇതിന് വേറെ യാഥാർത്ഥ്യമുണ്ടോ? 2 വീഡിയോ ഇന്ന് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് 2 പാസഞ്ചേഴ്സ് ഇതേപോലെ കരിപ്പൂര് വഴി സ്വർണം കൊണ്ടുവന്ന് പുറത്ത് കിടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ്. നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻ സാധ്യതയുള്ള സംഗതിയാണ്. ഇവരടുത്ത് പിടിച്ചെടുത്ത സ്വർണത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 900 ഗ്രാം പിടിച്ചത് അത് കൊടുത്തിട്ടുണ്ടോ എന്നതിന് സംശയമാണ്. കോടതിയിൽ ആ കടലാസെ തെരഞ്ഞിട്ട് കാണാനില്ല. ഇപ്പോഴും കോടതിയിലെ ആളുകളുണ്ട്. അതിന്റെ ബാക്കി കടലാസ് ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയെടുത്ത് നിന്ന് ഇതേപോലെ 3 ക്യാപ്സ്യൂൾ കൊണ്ടുവന്നത് 900 ഗ്രാമാണ്. അതിൽ 526 ഗ്രാമാണ് കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ ഒരു കടലാസും ഇല്ല. ഈ 900 ഗ്രാം ആദ്യം കൊണ്ടുവന്ന കുട്ടിയെ പറ്റിയിട്ട് ഒരു കടലാസും കസ്റ്റംസിന് ഒരു ഇൻഫർമേഷനും ഇന്ന് വരെ ഇല്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയല്ലോ പടച്ചോനുണ്ട്. ഞാൻ പടച്ചോനുണ്ട്, ആരാ നിങ്ങളുടെ പിന്നിൽ നിന്ന് വയ്ക്കുമ്പോൾ ആ പടച്ചോനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത്. കാരണം ഈ 2 പാസഞ്ചേഴ്സും അവരെ കുടുംബസമേതം, കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇവരടക്കാണ് പിടിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങളൊന്ന് വിലയിരുത്ത്. ഈ പറഞ്ഞ ADGP പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ച് വളരെ സത്യസന്ധമായി 20% റിവാർഡ് കിട്ടുന്നത് പോലും ഒഴിവാക്കി പോലീസ് എന്താ പറയുക, രാജ്യസ്നേഹം കാണിച്ച് കേസങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കല്ലേ? അതാണോ വാസ്തവം? അതല്ല ഈ കൊള്ളയടിയാണോ വാസ്തവം എന്ന് നിങ്ങളൊന്ന് കാണും. ഒരു ലൈറ്റ് വേണമെങ്കിൽ ഓഫാക്കി. എന്നെ CD തരാൻ നിങ്ങൾക്ക് ഈ ബേജാറാണ് ഡോക്ടറെ. ഏതെങ്കിലും വന്നോട്ടെ, ഏതായാലും മതി. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. കുഴപ്പമില്ല. സൗണ്ട് വരും. പേര് നിഷാദ്.
വീട്ടിൽ എവിടെ വർക്ക് ചെയ്തിരുന്നത്? ഖത്തറില്. എത്ര വർഷം? ലാസ്റ്റില് നിങ്ങൾ വരുന്ന സമയത്താണ് ഏത് വർഷം? 2023 മെയില്. അപ്പോ ഏത് ഫ്ലൈറ്റ് ഖത്തറിന് ആയിട്ടുള്ളൂ? രാത്രി ഫ്ലൈറ്റ് ഉള്ളിൽ കുറച്ചേ ഉള്ളൂ. പിന്നെ ലേറ്റ് ആയി ഇവരെ അമ്മന്റെ മോനും ഏട്ടന്റെ വൈഫും. ഏട്ടന്റെ വൈഫും അമ്മാന്റെ മോനും. വണ്ടി ആരാ വിളിച്ചിരുന്നത്? റിസീവ് ചെയ്യാൻ വേണ്ടി പോയത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെയും ലേറ്റായി നമ്മൾ ആളെത്തി. പിന്നെ ആളെ പുറത്തുണ്ടായും. ആളെ നമ്മള് പുറത്തിറങ്ങിയിട്ട് അപ്പൊ ഞാൻ ആളെ കൂട്ടിയിട്ട് നാളെ ജസ്റ്റ് കാർ സ്റ്റാർട്ടായി കയറി. അവരെ കണ്ടു. എവിടുന്ന് റെയിൽവേയിൽ നിന്ന് പുറത്തിറങ്ങിയ എയർപോർട്ട് ബിൽഡിംഗ് അവിടെ എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. നല്ല പോവാണ്. എത്ര ദൂരം പോകുന്നുണ്ടാവും കയറിയിട്ട്? അവിടുന്ന് ഒരു കൈയാട്ടി നമ്മളോട് സൈഡാക്കാൻ പറഞ്ഞ് ഇവരിറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്തോ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെ ബാക്ക് കോൾ ചെയ്ത് വരാൻ പറഞ്ഞ് ഇവര് ജീപ്പ് കയറി. അവിടുന്ന് ഇറക്കിയിട്ട് എന്താ ചെയ്തത്? പോലീസിനെ അവിടെ തന്നെയല്ലേ അതിനകത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളോട് കയറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് എന്താ വെച്ച് സാധനം കയ്യിൽ നമുക്കറിയാം. സാധനം കയ്യിലുണ്ട് നമുക്കറിയാം. വെട്ടിയിലാണോ അവരോട് അറിഞ്ഞാൽ മതി. കാർഷിക സമയം അറിയിച്ച് പിന്നെ ഒന്ന് പറഞ്ഞു അവിടെ വാങ്ങിച്ചു. എല്ലാം അതില്ലെന്ന് പറഞ്ഞു. സിക്കി വേണ്ടിട്ട് കുളിക്കലോ അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ശരീരത്തിൽ ആ പെട്ടിയിലില്ല. കുളിക്കാൻ അദ്ദേഹം അവിടെ ക്ലിനിക്കിൽ കൊണ്ടുപോയി. നമ്മളോട് കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോയി കുറച്ച് ടൈം എടുത്ത് വന്നാൽ മതി. അവിടെ എത്തുമ്പോ ഇവരിവിടെ അല്ല. ജീപ്പ് അവിടെ ഒന്നുമില്ല. പിന്നാണ് ഒരു ജീപ്പ് വരുന്നതിൽ ആളവിടെ അല്ല. അവിടെ വെയിറ്റ് ചെയ്ത് പിന്നാണ് ജീപ്പ് മാറി പുറത്തത്. ക്ലിനിക്കിൽ പോയി സ്കാൻ ചെയ്തു. എക്സ്റേ സ്കാനോ സ്കാനിങ് ചെയ്തു. എന്നിട്ട് അവിടെ ബാത്റൂമുണ്ട്. പുള്ളിക്കേറ്റ് അവിടെ അതിനുള്ള ബാത്റൂമുണ്ട്. അയച്ചു കൊടുത്തു. ബാത്റൂമിൽ സാധനങ്ങളൊക്കെ എടുത്തു. രാവിലെ കൊടുത്തു. ലാസ്റ്റ് അതിന്റെ കയ്യിലുണ്ടോ രണ്ടു ഫോട്ടോ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഫോട്ടോസ് ഈ ബോർഡിന്റെ ഫോട്ടോ ആണ് അടുത്തത്. ഫോട്ടോ എടുത്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്? അവിടുന്ന് അതിന്റെ നേരം അവര് ജീവിക്കുന്നത് ഇവരോട് ആ പോലീസ് ജീപ്പിന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി എത്ര സമയത്തു? മൂന്നാത്തിരുന്ന സ്റ്റേഷനോട് കയറി പിന്നെ എന്നെ ഉള്ളിലേക്ക് കയറ്റി ബന്ധിച്ചു. എന്താ എഴുതിയിരുന്നത്? ഡ്രസ്സും അതിന് മൊഴി എടുത്തോ?
കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിന് തൂക്കം ചോദിച്ചില്ലേ? എത്ര പൈസ ഉണ്ടായിരുന്നു? എത്ര മൊത്തം എത്ര തൂക്കം ഉണ്ടായിരുന്നു? 300 അത് ബാങ്കിൽ 300ന്റെ 3 ഒപ്പിടിക്കണമെന്നില്ല. ഒപ്പിടിച്ചിട്ടൊന്നുമില്ല. അന്ന് സ്റ്റാർട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പേപ്പർ മാത്രം ഇനി വായിക്കാൻ അപ്പൊ മോള് ജാമ്യത്തിന് ഏറ്റെടുക്കുന്ന അപ്പൊ രാത്രി എത്ര മണിയായിരുന്നു? രാത്രി ലേറ്റ് ആയിട്ടില്ല. എത്ര പോലീസുകാരുണ്ട്? അവിടുന്ന് യൂണിഫോം ഇടാത്ത 2 ആൾക്കാരെ നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്തത് എയർപോർട്ടിൽ നിന്ന്. അല്ല, ഫസ്റ്റ് ടൈം ഞങ്ങൾ യൂണിഫോം പിന്നെ അല്ല, പിന്നെ ആ അത് ഇവരാടാക്കി അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ വേറെ പോലീസ് തന്നെ നമ്മൾ ഒപ്പിട്ട് വാങ്ങിയതോ. അവിടെ മോളൊന്നും ചോദിച്ചില്ല? ഇല്ല. പഠിക്കുന്നത് ചോദ്യം ജാമ്യത്തിന് കാരണം ഞാൻ ഇയാളെ പോലീസ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കി തരാൻ ജാമ്യത്തിൽ വിളിച്ചതാണ് ഒപ്പിട്ടു. എന്നിട്ട് അവിടെ പോയി ഗവൺമെന്റ് അവരെടുത്തിച്ചോ? വേറെ തഹസീൽദാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ സാക്ഷിയോ ആരുമില്ല. പബ്ലിക് അവിടെ കടക്കാരെ ആരും വിളിച്ചിട്ടില്ല. പോലീസുകാർ മാത്രമേ ഉള്ളൂ. അവിടുന്ന് അപ്പൊ രാത്രി 2 മണിയുണ്ടാവും. 2 മണി അങ്ങനെ വീട്ടിലേക്ക് പോയി. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ സംഭവിച്ചാൽ അതിനെ വിളിച്ചിട്ടില്ല. പിന്നെ കസ്റ്റമേഴ്സ് ആളാണ്. എത്ര കഴിഞ്ഞു? പോലീസുകാരുടെ വിളിയെ വന്നില്ല. അപ്പൊ പാസ്പോർട്ട് എന്തൊക്കെ എടുത്ത്? ഈ എന്തൊക്കെ എടുത്ത്? പാസ്പോർട്ട് അവിടെ കൈ വെച്ച് അവര് വെച്ച് പോലീസുകാരെടുത്ത് വെച്ച് ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നത്. അപ്പൊ അവിടെ കഴിഞ്ഞ വിചാരിച്ചു പിന്നെ കസ്റ്റമേഴ്സ് വേണം വീട്ടിൽ. അങ്ങനെ വീട്ടിൽ പോയിട്ട് എത്ര മാസം കഴിഞ്ഞു? അപ്പൊ ഇതിന് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട പാസ്പോർട്ട് അന്വേഷിച്ച് പോയതെന്ന് ചോദിച്ചു. ഇല്ല, അത് വിളിക്കുന്നത് അത് വിളിക്കുക വല്ല വിളിക്കുക വെയിറ്റ് ചെയ്തു. വിളിച്ചിട്ട് വന്നാൽ മതി. അപ്പൊ അതിനൊന്നുമില്ല. പിന്നെ കസ്റ്റംസിന് ആരാ വരുന്നത്? ഓഫീസറായിരുന്നു. എങ്ങനെ ഒരു കസ്റ്റംസിന്റെ ആളായിരുന്നു. അത് പറഞ്ഞു ഇവിടെ ചുറ്റുള്ള രീതിയിലായിട്ട് ആരാളായിരുന്നു അഡ്രസ്സിലായിരുന്നു ചോദിച്ചു. അതിനുശേഷം ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ടെടുത്തു. ഞാൻ പോയി അവരോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യുന്നത്. അവരോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അവരൊന്നും ഇങ്ങനെ വന്നാൽ ജസ്റ്റിസ് ഓഫീസിൽ വന്നാൽ അന്വേഷിച്ചാൽ മതി. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവിടെ വന്നത് ഒരു ആഴ്ചയ്ക്ക് ശേഷം ഞാൻ പോയി. ഞാൻ പോയി അന്വേഷിച്ചപ്പോ ആരാണ് പാസ്പോർട്ട് അല്ലെങ്കിൽ പിന്നെടുത്ത് ഓർഡർ എടുക്കണം. പാസ്പോർട്ട് എടുക്കണം. അതിനാണ് വീട്ടിൽ ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ ചെയ്യാറാണ്. അവിടെ കുറെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നോട്ടീസും തന്നില്ലേ? ഇല്ല, അവർ നോട്ടീസ് ഒന്നുമില്ല. ഞാൻ അവിടെ പിന്നീട് പോലീസുകാരെ വിളിക്കുന്നതാണ്. പിന്നെ പോലീസ് വിളിച്ചു. പിന്നെ പോലീസ് വിളിച്ചു. കോർട്ടിൽ ഹാജരാണോ സ്റ്റാർട്ടിങ് 1 വീക്ക് ഹാജരാണ്. ആദ്യത്തെ ആഴ്ച അപ്പൊ നിങ്ങൾക്ക് സമൻസ് ഒന്നുമില്ല? അപ്പൊ പിന്നെ എന്ത് പറഞ്ഞാൽ കോടതി പോവാ? അവിടെ പോയിട്ട് ആളെ വിളിക്കണം. വേറെ പോലീസുകാരാണ്. ഇന്ന ഡേറ്റിൽ നിങ്ങൾ മഞ്ചേരി കോടതിയിൽ വന്നിട്ട് അവിടെ കോടതി എത്തുമ്പോൾ നിങ്ങൾ വിളിക്കുന്നു. ആദ്യത്തെ ആഴ്ച പോകാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ ആഴ്ച പോലീസുകാരെ വിളിച്ചാലൊന്നും അങ്ങോട്ട് വിളിച്ചു. വിളിച്ച അടുത്ത ആഴ്ച വീട്ടിൽ വരാം. എന്നിട്ട് രണ്ടാമത്തെ ആഴ്ച പോയി മഞ്ചേരി കോടതി സ്റ്റാൻഡിലെ കോടതി പോയി പോലീസുകാരെ വിളിച്ചു. ഞാൻ മോള് വെയിറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു കളിക്ക് വന്നു. അത് വിളിക്കുമ്പോ അങ്ങനെ വിളിയാണ്. എന്റെ പേര് വിളിച്ച് നിഷാദുള്ള പേര് വിളിച്ച്
അങ്ങോട്ട് പോയി കോടതിയിൽ പേര് വിളിച്ചു കൂടെ മത്സരമാണ്. പല കാര്യങ്ങൾ ചോദിച്ചു. പുറത്തെ കൈമാറാൻ ഫോണാണ് ഇനി വലിയ ക്ലാസ് ഈ കോടതിയിൽ പ്രയാസപ്പെട്ടുണ്ടോ? ജൂൺ ജൂലൈ 2 മാസങ്ങളിൽ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഹസ്ബൻഡിന്റെ സഹായമുണ്ട്. പിന്നെ സംസ്ഥാന പോലീസ് ഓഫീസർ അതിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. കൊല്ലുന്നത് ആരുടെ മുഖേനാണ് ചോദിച്ചു. ലാസ്റ്റ് വർക്കുണ്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. വന്നാൽ മതി അഡ്ജസ്റ്റ് ചെയ്യാൻ പോലീസ് സമയത്ത് കാണിക്കാൻ പോലീസ് സ്വർണ്ണം കസ്റ്റംസ് നോട്ടീസ് 526 ഗ്രാമാണ്. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന എത്ര ഗ്രാമം? 526 ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 274 ഗ്രാമം കമ്മിയുണ്ട്. 374 കൂട്ടിയെടുത്ത് തെറ്റുക. 274 ഗ്രാമം പോലീസ് കൊടുത്തിട്ടില്ല. ഈ കർണാടക ഗ്രാമം 2,900 കൊടുക്കണം. പോലീസ് കസ്റ്റംസിന് തന്നെ പേപ്പറിൽ 526 ഗ്രാമം. ഈ പറഞ്ഞ ഏകദേശം 200 ഗ്രാമം കമ്മിയുണ്ട്. പിന്നെന്തായി? പാസ്പോർട്ട് എടുത്തിട്ടില്ല. പേരും വേണം. അപ്പോ അതിനുശേഷം ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞതിന് ശേഷം പോലീസ് ഒന്ന് ബുദ്ധിമുട്ടിക്കാനൊന്നും ഇതാണിപ്പോ ഇവിടെ നടക്കുകയാണ്. ഈ ടിവിയിലും മാധ്യമത്തിലും പറയുന്ന കാര്യം സത്യം. ഇതിപ്പോ പറയും നീ പറഞ്ഞ കാര്യമൊക്കെ സത്യമല്ലേ? അല്ല ഫാക്ടല്ലേ പറഞ്ഞു? കോളേജിലെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. എന്താ ചെയ്യണേ? എന്താ പഠിച്ചത്? ഈ സംഗതികളൊക്കെ നമുക്ക് അറിയാലോ. ഞാൻ ചോദിക്കുന്നത് പോലീസ് അന്വേഷണം ഒരു പ്രശ്നം നടക്കുന്നില്ല എന്നൊരു ധാരണയിലാണ് ബന്ധപ്പെടാൻ പ്രശ്നം. ഇതുപോലെ സ്വർണം കൊടുത്ത് തീരെ പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തത് അവരാവശ്യത്തിനെടുത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നിങ്ങൾ ഈ ഇതിന്റെ വസ്തുതകൾ സത്യസന്ധമായി പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഇതല്ല അതിനാണ് നിങ്ങളെ ഇത്രയും എന്താ പ്രയാസപ്പെട്ടുള്ളത്. അപ്പൊ ഇനി കുറച്ച് നിയമം സാമ്പത്തികമായിട്ട് പോകട്ടെ. ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട്. അത് നമുക്ക് 5 മിനിറ്റ് കാണിക്കാം. പിന്നെ വീഡിയോ തരാം. അത് മാഷേ ഇതാ കസ്റ്റംസിൽ 900 ഗ്രാം കൊടുത്തിട്ട് കസ്റ്റംസിന് കൊടുത്ത 524 ഗ്രാമിന്റെ അവന് കൊടുത്ത നോട്ടീസാണ്. ഇനി രണ്ടാമത്തെ കേസ് അത് ഞാൻ ചുരുക്കി പറയാം, ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. അതെ അതെ, പോലീസ് പിടിച്ചിട്ട് കസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസിൽ ഇവന്റെ ഇത് പിടിച്ച 900 ഗ്രാമാണ്. മാത്രമല്ല അവനെ കൊണ്ടുപോയി പുളിക്കൽ ഒരു ഹോസ്പിറ്റലിലാണ് സ്കാൻ ചെയ്യുന്നത്. കാരണം ഇത് ബാക്ക് ഹോളിലൂടെ അവർ കയറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എടുക്കാൻ കുറച്ച് പ്രയാസം. ഉണ്ടോ അവനില്ലാന്നാ പറഞ്ഞത്. ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് സ്കാനിങ്ങിന് കൊണ്ടത് പറഞ്ഞല്ലോ. ആ സ്കാൻ റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും.
ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ സ്കാൻ റിപ്പോർട്ട് അനലൈസ് ചെയ്താൽ അതിൻ്റെ ആ സൈസും കാര്യങ്ങളും സയൻറ്റിഫിക്കായി അനലൈസ് ചെയ്താൽ ഈ പറയുന്ന 900 ഗ്രാം ഉണ്ടാവും. അനലൈസ് ചെയ്യണം, അന്വേഷിക്കണം. അത് അജിത് കുമാറാണല്ലോ അവിടെ പാൻറ് കത്തിച്ച് സ്വർണ്ണം എടുക്കുന്നത്, മനസ്സിലായോ? അപ്പം ഈ പണി എനിക്ക് എടുക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇതെല്ലാം അതിൻ്റെ രീതിയിലാണ് നടക്കുന്നത്. ഒരാളില്ല, സാക്ഷിയില്ല, സർക്കാർ ഉദ്യോഗസ്ഥരില്ല, നാട്ടുകാരെയും വിളിച്ച് വിറ്റ്നസ് ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ടാമത്തെ കേസ് ഞാനിപ്പോൾ വീഡിയോ കാണിക്കാം. ഞാനെന്താ അറിയോ, മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കണമെന്ന് പറഞ്ഞത്. ഇതാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞത്. ഈ കുട്ടിയും അവരെ ജ്യേഷ്ഠത്തെയും അമ്മാവൻ്റെ മകനോ പോയത്, ആ ഫാമിലിയെ പോയത്. അടുത്ത കേസ് വാപ്പി ഉമ്മയാണ്. 4 വർഷം കഴിഞ്ഞിട്ട് വരുന്ന മകനെ റിസീവ് ചെയ്യാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ പോയതാ. കാളിയാവിലുള്ള സമദ്, അവൻ്റെ അടുത്ത് ഇതേപോലെ എയർപോർട്ട് കഴിഞ്ഞ് വന്ന് പോലും മഞ്ചേരിയിലെത്തി. രാവിലെ 7:30 മണിക്കാണ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് പോലീസ് വരുന്നത്. പോലീസ് തന്നെ വിളിച്ചു, നീ ഈ ഫ്ലൈറ്റിൽ വന്നാലും ചോദിച്ചു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. പുറത്ത് കൊണ്ടുപോയി എവിടെ സാധനം ചോദിച്ചു. അപ്പോൾ അവൻ ഇതേപോലെ തന്നെ ഇവരൊക്കെ ഈ ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടാണ് വരുന്നത്. അവിടെ എത്തി ബാത്റൂമിൽ കയറി, ഹോട്ടലിൻ്റെ ബാത്റൂമിൽ കയറി സാധനം എടുത്ത് കഴുകി വൃത്തിയാക്കി. അവൻ്റെ ചെറിയൊരു ഹാൻഡ് ബാഗ് ഉണ്ട്, അതിലിട്ടിട്ട് ഉമ്മാക്കും വാപ്പാക്കൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് കിട്ടുകയെന്ന്. അപ്പോൾ അവൻ കൊണ്ടുവന്നതിനെന്താ ടിക്കറ്റ് പിന്നെ 50,000 രൂപയെ. 4 വർഷമായി അവിടെ നിന്ന് ജോലിയൊന്നും ശരിയാകാതെ വീട്ടിലേക്ക് പോരാൻ ഒരു മാർഗമില്ലായിട്ട് വന്ന കുട്ടിയാണ്. അങ്ങനെ അവിടുന്ന് അവനെ പിടിച്ച് ജീപ്പിൽ കയറ്റുന്നു, കൊണ്ടോട്ടി കൊണ്ടുപോകുന്നു. പാപ്പയും ഉമ്മയും അവൻ്റെ ബന്ധു കൂടി അവർ വന്ന വണ്ടിയിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുത്തുന്നു. ഇവരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. വൈകുന്നേരം വരെ ഇരിക്കുന്നു. അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ ഗോൾഡ് അവരെടുക്കുന്നു, ഒരു കടലാസുമില്ലാതെ. അവൻ്റെ പാസ്പോർട്ടും ഫോണും വാങ്ങി വെച്ചു. ഇവന് ഫോൺ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഇത് വെളിയിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ നിനക്ക് പ്രശ്നമാവും എന്ന് ഒരു സൂചനയും നൽകിയിട്ട് അവനെ വിട്ടു. പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ട് അവൻ കൊണ്ടോട്ടി സ്റ്റേഷനിൽ ചെല്ലുകയാണ്. എൻ്റെ പാസ്പോർട്ട് എവിടെയാണ്, എൻ്റെ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതേപോലെ മഞ്ചേരി കോടതിയെ സമീപിക്കാൻ പറയുന്നു. അവൻ വക്കീലിനെ ഏൽപ്പിക്കുന്നു. വക്കീൽ വന്ന് ഇതിൽ ഇടപെടുന്നു. 10,000 രൂപ ഫൈന് കെട്ടിയിട്ട് അവൻ്റെ ഫോണും പാസ്പോർട്ടും തിരിച്ചെടുക്കുന്നു. സ്വർണം എത്രയാണ് എന്നുള്ളത് അതിൻ്റെ ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ട്. ആ CMPയിൽ സ്വർണത്തിൻ്റെ കാര്യം ഇതിൽ പറയുന്നില്ല. അപ്പോൾ ഇനി ആ CMPയിൽ തന്നെ വേറെ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അവൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ടു വക്കീലിന് ഓർമ്മ പ്രകാരം 300 ഗ്രാം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ല കോടതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് വരണം. അപ്പം ഇവനും കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ 1 കിലോൻ്റെ താഴെയാണെങ്കിൽ അന്നത്തെ നിയമപ്രകാരം ഇവർക്ക് ബെയിൽ കിട്ടും. അതുകൊണ്ടാണ് ഈ പറയുന്ന 950 ഗ്രാം 900 ഗ്രാം. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉരുക്കി എന്താ പറയുക ക്യാപ്സ്യൂളാക്കിയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. ആ വിഷയത്തിൽ എത്രയാണ് മുക്കിയത് വക്കീൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 900 ഗ്രാമിൽ 320 ഗ്രാം എന്തോ പറഞ്ഞു. ബാക്കി ഈ പറയുന്ന 575 ഗ്രാം മുക്കിയിരിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതല്ല ADGP ഈ കൊണ്ടുകൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികളിലേക്ക് CM എത്തിയോ എന്ന് CM-ഉം പാർട്ടിയും പരിശോധിക്കണം. രണ്ടാമത്തെ സ്വർണ്ണം പിടിക്കാണ്ട് ഏകദേശം ഈ കഴിഞ്ഞ സെപ്റ്റംബർ 4 വർഷം. സൗദി അറേബ്യയിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞിട്ട് വരുന്നത്? 4 വർഷം. അപ്പോ അങ്ങനെ അവിടുന്ന് എന്റെ ജീവിത പ്രാരാബ്ദങ്ങൾ ഇത് കൊണ്ടുപോകുന്നു അല്ലേ? എത്ര സ്വർണ്ണം ഉണ്ടായിരുന്നു? 3 ദിവസം. 3 ദിവസം ഞാൻ ക്യാപ്സ്യൂൾ മൊത്തത്തിലായിരുന്നു 900 ഗ്രാം. എന്നിട്ട് നമ്മൾ കൊണ്ടുപോകും ഫ്ലൈറ്റില് ശരീരത്തിനുള്ളില് കരിപ്പൂർ
അത് 7 മണി ഏകദേശം രാവിലെ അങ്ങനെ അസോസിയേഷൻ പ്രശ്നമില്ല. അങ്ങനെ കടപ്പുറത്ത് പുറത്തിറങ്ങി അങ്ങനെ കൊണ്ടുപോകാൻ ആരൊക്കെ ഒന്ന് പോയിരുന്നു അല്ലേ? എവിടെ പോയിരുന്നു? വേറെ നാട്ടിൽ അറിയില്ല പോയത് എണ്ണ കൂടാൻ അങ്ങനെ അവിടെയാണ് പുറത്തിറങ്ങി താമരക്കേറ്റി പോകുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് മഞ്ചേരി ബൈപ്പാസ് പ്രശ്നമായി പറഞ്ഞിട്ടാണ് കരിപ്പൂർ കൊണ്ടുപോയി കഴിഞ്ഞ് മഞ്ചേരി മണിക്കൂർ അങ്ങനെ പ്രശ്നമായി കണ്ടായി അങ്ങനെ റോട്ടിൽ ഇതിനെ പോലീസുകാർ ഭക്ഷണം കഴിക്കാൻ ഓർഡർ ഇരിക്കുമ്പോൾ പോലീസ് പോലീസാണ് അങ്ങനെ വന്ന് ഇതിൽ വന്നാണ് ഞാൻ കഴിച്ചു പിന്നെ പുറത്ത് പോകുന്നു അങ്ങനെ കുറച്ച് ചെയ്ത് വണ്ടി കയറ്റി അപ്പൊ എവിടെ പോയി കൊണ്ടുപിടിക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ് പോലെ ടാക്സി തന്നെ പോയി ഇതിനെ കൊണ്ടുപോയി ഫാമിലി ഞാൻ പുറത്തുനിന്ന് അപ്പം പോലീസുകാർ വണ്ടിയില്ല പോലീസുകാർ വണ്ടിയില് അല്ലെങ്കിൽ മറ്റേ ടാക്സി ചെറിയ ചെറിയ മഞ്ചേരി പുറത്തുനിന്നാണ് കാണാൻ എന്നിട്ട് CD തരാം പോരെ? സമയം എടുക്കും. ഇതിന്റെ CD എല്ലാവർക്കും ക്ലിയർ ആണ്, എല്ലാവർക്കും തരാം. അപ്പോ സോറി, ഇതിന്റെ ഇതിന്റെ കോർട്ട് ഡോക്യുമെന്റ് ആണ്. ആ കോടതിയിൽ നിന്ന് അത് വാങ്ങി കൊടുക്കും. അതിൽ സ്വർണ്ണമില്ല, ഫോണും അവന്റെ പാസ്പോർട്ട് മാത്രം എടുത്താണ്. ഗോൾഡ് അതിൽ എത്രയാണ് എന്നുള്ളത് തപ്പിയിട്ട് ആ ഫയൽ കണ്ടിട്ടില്ല. 3 ദിവസമായിട്ട് അവിടെ വക്കീൽമാർ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും 5 മണിയായി. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, അല്ലെങ്കിൽ ഇതും ബോഗസാണോ എന്നുള്ളത് അറിയില്ല, നമുക്ക് പരിശോധിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PV അൻവർ കള്ളക്കടത്തുകാരുടെ സംഘത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനാണോ എന്ന് ചോദ്യം. അപ്പോൾ ഇനി കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഗോൾഡുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് തയ്യാറുണ്ടോയെന്ന് എനിക്ക് വീണ്ടും ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. സിറ്റിംഗ് ജഡ്ജിയെ വെച്ചുകൊണ്ട്, സത്യസന്ധരായ ഓഫീസറെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ 188 കേസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിന്റെ യാഥാർത്ഥ്യം, എത്ര കിലോ സ്വർണമാണ് സുജിത് ദാസും ADGP അജിത് കുമാറും P ശശിയും കൂടി തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അല്ല, അതായത് അത് 102 CRPC ഞാൻ എപ്പോഴും പറഞ്ഞത് കളവ് മുതൽ. അപ്പോൾ കളവ് മുതലായി കിട്ടിയ സാധനം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. തിരിച്ചു കൊടുക്കാൻ CMP ആണ്, FIR കൂടി വേണ്ട. CMP പ്രകാരമാണ് ഈ സാധനം തിരിച്ചു കൊടുക്കുന്നത്. അതിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലെന്ന് ആ ഡോക്യുമെന്റ് കൊണ്ട് അറിയുന്നില്ല. അപ്പം മാസ്റ്റർ റിപ്പോർട്ടാണ് നമ്മൾ കോടതി തപ്പുന്നത്. മാസ്റ്റർ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് പറയുന്നത്, ഈ പ്രൊസീജിയർ പ്രകാരമല്ല സ്വർണം കണ്ടെടുക്കേണ്ടത്. അത് കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് കണ്ടെടുക്കേണ്ടത്. അവിടുന്ന് അത് കിട്ടിയാൽ നേരെ എയർപോർട്ടിലാണ് കൊടുക്കേണ്ടത്. അവരാണ് അതിന്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത്. പോലീസ് ചെയ്യേണ്ട അതിന്റെ റിവാർഡാണ് വാങ്ങിയെടുക്കേണ്ടത്. പക്ഷെ ഇതിൽ റിവാർഡ് കിട്ടൂല. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? പോലീസിന് കിട്ടൂല. കാരണം ആരാ? ഇൻഫോമർ കസ്റ്റംസ് ആണ്. പാസഞ്ചർ ഈ സാധനം ശരീരത്തിന്റെ ഉള്ളിലും ബാഗിലും ഒളിപ്പിച്ച് വരുമ്പോൾ അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസ് ഇത് കാണുന്നുണ്ട്. കണ്ടാ അവർക്ക് അങ്ങോട്ട് പിടിച്ചാൽ പോരെ? അവർ പിടിക്കുന്നില്ല. അവരാണ് സുജിത് ദാസിന്റെ ടീമിന് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തിന് വിവരം കൊടുക്കുന്നത്. കാരണം ഇവിടെ എടുത്താൽ അതിന്റെ പെർസെന്റേജിന് പരിസ് അദ്ദേഹം പറഞ്ഞല്ലോ, പുറത്ത് കിടന്നാൽ ഈ പറഞ്ഞ പോലെ 30, 40, 50% വിഴുങ്ങാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. പോലീസ് ആ എയർപോർട്ട് 129 കേസ് അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിച്ചത്. സത്യല്ലേ? ഈ കരിപ്പൂർ എയർപോർട്ട് എവിടെയാ? കരിപ്പൂർ എയർപോർട്ട് എവിടെ? മലപ്പുറം ജില്ലയല്ലേ? തിരുവനന്തപുരത്ത് ഇരിക്കുന്നവന് മനസ്സിലാവില്ല കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നതിന്. അപ്പൊ കോഴിക്കോട് എയർപോർട്ടാണെന്നാണ് ജനം തെറ്റിദ്ധരിക്കുക. ആ എയർപോർട്ടിന്റെ പരിസരത്ത് പിടിച്ച മലപ്പുറം ജില്ലയാണ്.
അപ്പോൾ മലപ്പുറം ജില്ല അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ടല്ലോ. എന്താ ഉദ്ദേശം? സത്യസന്ധമായി പറയേണ്ട അദ്ദേഹം ആ എയർപോർട്ട് അവിടെ ആയതുകൊണ്ടും ആ എയർപോർട്ടിന്റെ മുറ്റത്ത് നിന്ന് പിടിക്കുന്നതുകൊണ്ടാണ് 129 കേസ് മലപ്പുറത്തായത്. അവിടുന്ന് ഒരു 7 കിലോമീറ്റർ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ്. ഇവിടുന്ന് ഈ പയ്യൻ മഞ്ചേരി നിന്നാണല്ലോ പിടിക്കുന്നത്. പക്ഷെ മലപ്പുറം ജില്ല. അത് പടിഞ്ഞാട്ട് പോയാലോ 8 കിലോമീറ്റർ പോയാൽ പുളിക്കൽ കഴിഞ്ഞാൽ രാമനാട്ടിലെ കോഴിക്കോട് ജില്ലയാണ്. പക്ഷേ ഈ സാധനമൊക്കെ വരുന്നത് എവിടെയാ? ഈ കോഴിക്കോട് എയർപോർട്ടിൽ. സോറി, മലപ്പുറം. നമ്മൾ തന്നെ പറയുമ്പോൾ കോഴിക്കോട് എയർപോർട്ട് ആയിപ്പോഴും മലപ്പുറം ജില്ലയിലാണ്. അപ്പം അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പം അതാണ് ആ വിഷയം. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റ് അവിടെ ഇരുന്നത്? ഞാനൊന്ന് തള്ളാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ തള്ളാൻ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് അതിൻ്റെ ക്രോണോളജി ഒന്ന് പറയാം. അതിലേക്കാണ് പോകേണ്ടത്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സംഭവത്തിൻ്റെ ആരംഭം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അപ്പോൾ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. അനവധി തവണ ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തില്ല. ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ? ഒന്ന് പാർട്ടി സഖാക്കളാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു നീതിയും കിട്ടാത്തത്. രണ്ടാരാ? ന്യൂനപക്ഷങ്ങളാണ്. ആരാ പല പോലീസ് സ്റ്റേഷനിലും കൈകാര്യം ചെയ്യുന്നത്? ഈ പറയുന്ന വർഗങ്ങൾ തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ട് കൊടുത്ത ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ സാജൻ സ്കറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശിയുമായി ഞാൻ പാടെ അകന്നു. അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഒരു യൂട്യൂബർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളിമാറ്റി. ചെറിയ വിഷയങ്ങളുണ്ടായി. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു. പിറ്റേ ദിവസം നവകേരള സദസ്സ് പാലക്കാടാണ്. അവിടുന്ന് മുഖ്യമന്ത്രി പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എന്താണ് ഈ യൂട്യൂബർ സഖാക്കൾ കൈകാര്യം ചെയ്തത്? മുഖ്യമന്ത്രി പറഞ്ഞു 10,000-ഓളം ആളുകൾ വന്നിട്ടുണ്ട്, 8,000-ഓളം പരാതി കിട്ടിയിട്ടുണ്ട്, അവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും 11 സഖാക്കളുടെ പേരിൽ കേസെടുത്തു. എന്താ കേസ്? റോബറി, കളവ് കേസ്. SFIയുടെ ജില്ലാ ഭാരവാഹികൾ ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ്. എത്ര ദിവസം റിമാൻഡ് ചെയ്തു? ഈ വിഷയത്തിന് വേണ്ടി ശശിയെ അനവധി തവണ അന്നേം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. ഈ ADGP വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ് ഈ പറയുന്ന RSS വൽക്കരണം, ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തല്. ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു. ഞാനും ഇവരെ കിട്ടുന്നിടത്ത് ചാമ്പാൻ നടക്കായിരുന്നു. ഞാനും ഇവരെ പിന്നാലെ പോയിരുന്നു. അതിലാണ് പോലീസിലെ അസോസിയേഷൻ നടക്കുന്നത്. അവിടെ ഞാൻ പ്രസംഗിച്ചു. ഇവരുടെ താന്തോന്നിത്തത്തിനെ കുറിച്ച് പറഞ്ഞു. ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞെന്തായി? ഈ മരമുറി അതിന് മുമ്പ് എനിക്കറിയാം. വേറൊരാൾ പരാതി കൊടുത്തിരുന്നു, ഞാൻ കൊടുക്കാൻ പറഞ്ഞു SP-ക്ക്. അപ്പോഴേക്കും ഒരു 23 ദിവസമായിരിക്കുന്ന ഒരു വിവരമില്ല. അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തു, SP ഇങ്ങനെ ഒരാൾ പിന്നെ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ, ഈ പരാതിയുടെ മുകളിൽ എന്തെങ്കിലും നടപടി എടുത്തോ? ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഒരു വിവരമില്ല. അപ്പോൾ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ പോലീസ് ക്യാമ്പിൽ പോയി. ഈ മുറിച്ച മരത്തിൻ്റെ കുറ്റിയൊന്ന് കാണണ്ടേ? അത് കാണാൻ പോയി. പോലീസ് തടുത്തു, നിങ്ങൾക്കറിയാം. പിറ്റേ ദിവസം ഞാൻ അവിടെ കുത്തിയിരുന്നു, വാർത്തയായി. അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ CPM ഓഫീസിൽ നിന്ന് വിളിച്ചു പാർട്ടി സെക്രട്ടറി, നിങ്ങൾ പെട്ടെന്ന് വരണം, മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ 12 മണി വരെ ഇരിക്കുന്ന പത്രക്കാരോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വരെ DCS എന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസിൽ പോയി. 12 മണിക്ക് ശേഷം DCS കണ്ടു. പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ നിലപാട് ഇതാണ്, പോലീസിൻ്റെ നിലപാട് ശരിയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും. ഇത് കളവ് നടന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു CM വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് പോകാം, പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ്. അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 12:45. അപ്പോൾ ഞാൻ പറഞ്ഞു ജുമയ്ക്ക് പോകണം, വെള്ളിയാഴ്ചയാണ്, പള്ളിക്ക് പോകണം. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു CMൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം, എന്നാൽ DCS ഞാൻ പോയിക്കോളാം. ആയിക്കോട്ടെ, നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചില്ല, പിറ്റേ ദിവസം വിളിച്ചില്ല. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ CM ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, കാണണമെന്ന് പറയുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി? അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി. വളരെ ഫാസ്റ്റായി പോകുന്നു. പിറ്റേ ദിവസം എന്താണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അപ്പോൾ
ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായി ഉത്തരവിട്ടു. അപ്പം എനിക്ക് തോന്നി കുഴപ്പമില്ല, തിരക്കടില്ല, ഉഷാറായി പോകുന്നുണ്ട്. പിറ്റേ ദിവസം എന്താണ് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം. അപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല, മുഖ്യമന്ത്രിന് ഓർമ്മയില്ലേ? പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ കണ്ടു കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കേട്ടിരിക്കുക. ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്താ പറയുന്നത്? പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒറ്റ ഒരുത്തനെ വെച്ച് നിൽക്കൂല. അല്ലോ ആശ്വാസമായല്ലോ, പടച്ചോനെ ഈ കാര്യം എവിടെയെങ്കിലും എത്തും. ഇവരൊക്കെ ചിരിക്കുക, മായേശവരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല, തിരക്കടില്ല, പോവല്ലേ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ CM-ന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് കാണാമെന്ന് പറഞ്ഞു, 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എത്തുന്നു. CM-ന്റെ ഓഫീസിൽ നിന്ന് വന്നു, എനിക്ക് ഫോൺ വന്നു, 9 മണിക്ക് SIT-യുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ്, 12 മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 12 മണിക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 12:30-ക്ക് കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 12:30-ക്ക് ഞാൻ ചെല്ലുന്നു. CM മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ ടേബിൾ CM ഇരിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന CM-ന്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ CM-ന് കൊടുക്കുകയാണ്. CM വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിക്കൂടെ എന്നെ ഇങ്ങനെ നോക്കും. ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങളെന്ന് ഇവർക്ക്, അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്ന ഒരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിന് സ്വാഭാവികല്ലേ, അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു, അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് CM-നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും CM-നോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല CM എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു CM 5-8 മാസം മുമ്പ് CM-നോട് ഞാൻ പറഞ്ഞതാണ്, ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും, CM സൂക്ഷിക്കണം, ഇവർ കള്ളന്മാരാണ്. CM-ന് ഓർമ്മ ഉണ്ടല്ലോ, 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8-9 മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവസാനം ഈ സാജൻ സ്കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ CM-നെ പോയി കാണുകയാണ്. അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ CM അവിടെ ഇരുന്ന് ഇവര് ആ സാജൻ സ്കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണുകയാണ് മാറി നിന്നിട്ട്. ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ടൊരു നിശ്വാസം, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാന്ന്. സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞു, അതെൻ്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ വാക്യർ. അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ്. അപ്പം അതിനുശേഷം ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായത് എന്താ, കാട്ടുകള്ളൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത്. കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട CM-മായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ നടക്കുന്ന പോലീസിൽ നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കവുമില്ല. അപ്പൊ ഈ കാട്ടുകള്ളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ച് വരുന്നത്. അപ്പൊ ഈ ബഹുമാനപ്പെട്ട CM-നോട് ഞാൻ പറഞ്ഞു, CM എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ആദ്യം ഞാനിത് പറഞ്ഞു. CM-ന് ഓർമ്മ ഉണ്ടല്ലോ 8-9 മാസം മുമ്പ് ഞാൻ പറഞ്ഞത്. പുള്ളി പ്രതികരിച്ചില്ല. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെറിയ ചിരിച്ചു, യെസ് എന്നുള്ള പോലെ ഈ പറയുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, CM 2021 ഈ ഗവൺമെന്റ് 2ാമത്തെ അധികാരത്തിൽ വരുന്നത് CM-ന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ്. ഞാനടക്കം CM-ന്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CM-ന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CM
CM-നോട് വെറുപ്പാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ, കേട്ടിരിക്കുകയാണ് CM. എന്നിട്ട് ഞാൻ കൈ നീട്ടി ഇങ്ങനെ ആ സംസാരത്തിനിടയിൽ. ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ്. ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് CM. ഇനിയും അവനെ വിശ്വസിക്കാൻ ഞാൻ പറയാണ്. ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എന്താ എനിക്ക് തൊണ്ടറി, എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതായി, കണ്ണെന്ന് വെള്ളം വന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങിന്, അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത്. ഈ 8 വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത്. അദ്ദേഹം ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല എന്താ ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് തീണ്ടാത്തൊരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും. ഞാൻ കരഞ്ഞു അവിടുന്ന്. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. 3-4 മിനിറ്റ് ഞാൻ ഇരുന്നു. കാരണം എനിക്ക് എൻ്റെ കണ്ണ് നനഞ്ഞ അപ്പം ചോരക്കട്ടയാവും എൻ്റെ കണ്ണ്. പുറത്ത് ആളുകൾ നിൽക്കുകയാണ്. എനിക്ക് CM-ൻ്റെ ക്യാബിൽ നിന്ന് പുറത്തിറക്കാൻ മാർഗമില്ല. അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ പറഞ്ഞു CM-നോട്, CM, ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായാൽ ഈ കേസിൽ വലിയ പ്രയാസം വരും. CM, അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ? അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അയാളുടെ സ്വഭാവം ഇപ്പം ഈ വായിച്ചപ്പോൾ തന്നെ CM-ന് മനസ്സിലായതല്ലോ. അപ്പോൾ CM എന്നോട് പറഞ്ഞു അതിന് DGP ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു DGP ആൾ സാധുവല്ല CM, ഇത് എവിടെയെങ്കിലും എത്തുമോ? അപ്പോൾ CM നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇയാൾ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ CM-നോട് ചോദിച്ചു, CM, പുറത്ത് പത്രക്കാരുണ്ട്, ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല, ഇറങ്ങിയാൽ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്നും കൂടി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അപ്പം എനിക്ക് വീണ്ടും ആവേശമായി. CM അത്രയും സപ്പോർട്ടല്ലേ. അങ്ങനെ ഞാൻ വരുന്നു, പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു. അല്ല, അന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ച എന്നൊക്കെ പറഞ്ഞ സമയം. അപ്പോൾ ഞാൻ ശാന്തമായിരുന്നു സത്യത്തിൽ. കാരണം CM-ൻ്റെ ആ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷെ കാണുന്നു. മാഷെ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. അത് നിങ്ങൾ എലി പൂച്ച പട്ടി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ എന്ന് വന്നത്. മാഷിജി പോയി ഞാൻ പ്രസ്ഥാനം നടത്തിയെന്ന് പറഞ്ഞതല്ല, അതൊരു വാസ്തവ. ദയവായി നിങ്ങളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഞാൻ പോരുന്നു. ഞാൻ ഇടവണ്ണ രാത്രി 10 മണി 9 മണിക്ക് എത്തുമ്പോൾ വിവരം വരുന്നു, എന്താണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ആഹാ, PV Anwar സിന്ദാബാദ്. ഞാൻ തന്നെ വിളിക്കുക, PV Anwar സിന്ദാബാദ്. അങ്ങനെ പോകുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അതിൻ്റെ പിറ്റേന്ന് അപ്പോഴേക്ക് പാർട്ടി ലീഡേഴ്സ് വിളിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, സ്ട്രോങ് ആയ ആക്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നി സ്ട്രോങ് ആയ ആക്ഷനാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആരോ വിളിച്ച് ചോദിച്ചു സന്തോഷമായോ? നമ്മൾ സന്തോഷമായിട്ടില്ല, ആശ്വാസമായി എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും സന്തോഷമായിട്ടില്ല. എനിക്കെന്തോ ഒരു സാധനം അപ്പോഴുണ്ട്, എപ്പോഴെങ്ങനെ കിടന്നിട്ട് മാന്തുന്നുണ്ട്. എനിക്കത് മനസ്സിലാവണം എന്താണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എന്തായി, ഈ ശശിധരൻ മലപ്പുറം SP മാറ്റുന്നു, 3-4 DSP-മാരെ മാറ്റുന്നു. ഈ PV Anwarന്റെ ശേഷി കേരളത്തിലെ പോലീസ് ഭരിക്കുന്നത് PV Anwar സിന്ദാബാദ്. ഇതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോഴും എനിക്കിത് ഉള്ളിൽ തട്ടില്ല. എനിക്ക് സംവെയർ ഈസ് റോങ്. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്തുവാന്ന് IG വരുന്നു, 9 മണിക്കൂർ മൊഴിയെടുക്കുന്നു, വിശാലമായി കാര്യങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ 3 ആക്ഷൻ നടക്കുന്നു, DSP മാറ്റുന്നു. അതിനിടയിൽ എനിക്ക് ഫോൺ വരുന്നു, മലപ്പുറത്തെ SP-ൻ്റെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം. എന്തോ പടച്ചോൻ്റെ ഇതിന് എനിക്ക് തോന്നി ഒരു പേര് പറയണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത് നല്ല ആരെങ്കിലും വെച്ചോന്നാണ്. അപ്പം ഇങ്ങനെ അൻവർ വലുതാവുമല്ലേ നിങ്ങളെ കണക്കിൽ. പക്ഷേ എൻ്റെ 6th സെൻസ് വർക്ക് ചെയ്യുന്ന വേറെ വഴിക്കാം. എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആക്ഷൻ? അപ്പം എൻ്റെ കണ്ണ് മുഴുവൻ കേസന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹാപ്പി ആവുമല്ലോ. കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സഹാക്കളോ എന്തൊക്കെ ഭയങ്കര സ്വാധീനമാണ് പത്രക്കാരും ആയേഷൊക്കെ. കാര്യം എന്തായാലും അൻവർക്ക് ആ സംഗതി ഉഷാറായല്ലോ, ഇങ്ങനെ വരുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കയറുമല്ലോ, ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ കയറിയില്ല, ഞാൻ എങ്ങോട്ടും കയറിയില്ല. എനിക്കിതെല്ലാം കൂടെ ഒരു പിടി കിട്ടണില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമോ? ഞാൻ ഭയങ്കര ഒബ്സർവേഷനിലാണ്. ഞാൻ കേസ് പരിശോധിച്ച് നോക്കുമ്പം കേസന്വേഷണം നടന്ന് നീങ്ങുന്നില്ല. അപ്പോൾ അറിഞ്ഞു ഇങ്ങനെ ഈ എന്താ പറയുക മരമുറി. അപ്പോൾ ഈ മരം എടുത്ത ഈ സാധുവിനെ 10-70 വയസ്സിലെ കുഞ്ഞാമാക്കുക വേറെ ആളെ വിട്ടിയാണ്. അയാളെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പൊന്നാര മനെ നിങ്ങൾ പറയുന്നതൊക്കെ ഫോണിലൊക്കെ TV-ലൊക്കെ കാണുന്നുണ്ട്, ഏതായാലും കാക്കാൻ്റെ കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊന്നും ഒരു നല്ല കോലത്തിലല്ലേ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കുഞ്ഞാമാക്ക് വെച്ച് അല്ല ഇങ്ങനെ വന്ന് 2 ദിവസം ആരൊക്കെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ് SSP ആണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പോയി SP ഓഫീസിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. 9 മണിക്ക് ഞാൻ ചെന്നു, ഉച്ച വരെ അവിടെ ഇരുന്നു. നിങ്ങൾ ചോർന്ന് വന്നോളി പറഞ്ഞു. ചോർന്ന് വന്നു. 4 മണിക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് അറിവില്ല എന്ന് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ കാണിച്ച് ഈ മരക്കുറ്റി എനിക്ക് പറ്റില്ല.
ആ വിഷയം പറഞ്ഞു. അങ്ങനെ അപ്പം ഈ അന്വേഷണങ്ങൾ സംശയാസ്പദമായി. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ സൈസാക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പം എന്നെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പിന്നെയും പറയും, എന്നിട്ട് പത്രസമ്മേളനം നിർത്തിയെന്ന്, നിങ്ങൾ പറഞ്ഞൊക്കെ നടന്നില്ലേന്ന്, പത്രസമ്മേളനം നിർത്തി ഇങ്ങനെ പറയും. ഇത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇത്ര ശക്തമായി പ്രഷർ ഇട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. ഇതിലൊരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളൻ പുറത്തിറങ്ങണം. എനിക്ക് ഈ പറയുന്ന കുറേ DYSPമാരെയും SP-മാരെയും മറ്റവൻ്റെ കാലിൽ തൂങ്ങാനല്ലേ ഉണ്ടോ സുജിദാസ്, ഇതെല്ലാം കൂടെ എനിക്ക് ഭയങ്കര സ്വാധീനമില്ലേ, എനിക്കിങ്ങനെ ആഘോഷിച്ച് ഭരിച്ചൂടെ. ഞാൻ അപ്പോൾ ഈ പാവപ്പെട്ട സഖാക്കളെ കുറിച്ച് ആലോചിച്ച് ഇതിലൊരു കള്ളക്കളി ഉണ്ടല്ലോ, എനിക്ക് സുഖമായിരുന്നു. എനിക്കിപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ പാടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴും പാർട്ടിയെ ആലോചിച്ച്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആലോചിച്ചത്, ഈ പോലീസിന്റെ കള്ളക്കളിയെക്കുറിച്ച് ആലോചിച്ചത്. ഞാൻ തൃപ്തനായില്ല. അപ്പോഴും എൻ്റെ ഉപബോധ മനസ്സെന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക പ്രശ്നങ്ങളുണ്ടെന്ന്. അതിലാണ് നിരന്തരമായി ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ആ പൂച്ച ഛർദിച്ചോ? ഇത് നിങ്ങൾ കേട്ടില്ലേ? എന്തായി? ഈ കാര്യങ്ങൾ ഉന്നയിച്ച ഇനി PV Anwar നിലക്ക് നിർത്താൻ യാതൊരു മാർഗമില്ല. അതിനൊരു വേറെ കാര്യം കേട്ടോ, എനിക്ക് സംശയം വന്ന വേറൊരു കാര്യം, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അതിനിടയിൽ 4 ഡോക്യുമെന്റ് ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്തിരുന്നു. എന്താ ഡോക്യുമെന്റ്? ഈ അജിത് കുമാർ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. അതിലൊരു ഇഞ്ച് മാറാൻ കഴിയില്ല. അന്വേഷിക്കണ്ട, ഡോക്യുമെന്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മറ്റേ ഡോക്യുമെന്റ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ അന്വേഷണം നടക്കുന്നു. പിന്നെ കാണുന്നല്ല, വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം സമയം കൊടുത്തു. അപ്പം എനിക്ക് കംപ്ലീറ്റ് ആയി. കാരണം ഇത് എവിഡൻ്റ് ആണ്. ഇതിന് 4 ദിവസം മതി. തിരുവനന്തപുരം അങ്ങാടിയിലെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ ചുറ്റുമാണ് ഈ സ്ഥലങ്ങൾ. അതിന്റെ ഡോക്യുമെന്റാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യാം, സ്പോട്ടിൽ. അതും കൂടെ ചെയ്യാതായപ്പോൾ എന്തായി? എനിക്ക് ഉറപ്പായി ഇനിയിപ്പോൾ ഈ 2 ഡോക്യുമെന്റ് നമുക്ക് ഡോക്യുമെന്റ് കിട്ടിയിട്ടില്ല, പത്രക്കാർക്ക് തരാനുള്ളതാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ചങ്ങാതി, ഈ എന്താ പറയുക, മഹാനായ സത്യസന്ധനായ ഏറ്റവും നല്ല ആത്മാർത്ഥതയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ചങ്ങാതി ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 33,80,017 രൂപ ഒരു പൈസന്റെ ചെക്കില്ല, ക്യാഷ്. 33,80,100 രൂപ അജിത് കുമാർ പൈസ കൊടുക്കുക. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഡോക്യുമെന്റാ. അജിത് കുമാർ ആയതുകൊണ്ടാണ്. ഇവിടെയാണ് അധികാര ദുർവിനിയോഗം. ഇതിനൊന്നെ ഡിസ്മിസ് ചെയ്യപ്പം, മനസ്സിലായോ? ഈ ഡോക്യുമെന്റ് വാങ്ങുന്നു, 10 ദിവസം കൊണ്ട് എല്ലാ പേപ്പറും കിട്ടുന്നു, അത് കഴിയുന്നു. പിന്നെന്താ ചെയ്തത്? 10ാമത്തെ ദിവസം 2016 ഫെബ്രുവരി 29-ന് 19 തീയതി വാങ്ങുന്നു, 29 തീയതിക്ക് വെക്കുന്നു. എത്രക്കാ? 65 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് പൈസ. റിസീവ്ഡ് 65 lakhs ക്യാഷ്. ഈ സാധനം കൊടുത്തത് DGPക്ക്. ഇവനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താലോലിച്ച് താലത്തിൽ വെച്ച് നടക്കുന്നത്. ഇതിനപ്പുറമുള്ള തെളിവെന്താ വേണ്ടത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യാലോ. എന്താ സസ്പെൻഡ് ചെയ്യാത്തത്? മകനും മരുമകനും നമ്മൾ അദ്ദേഹത്തിന് മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. സ്വന്തം മകനാണോ മരുമകന്റെ രീതിയിലുള്ള അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ കേട്ടപ്പോൾ വെറുതെ വിചാരിച്ചില്ല, മനസ്സിലായോ? അങ്കിൾ. പാർട്ടി സഖാക്കൾ പരിശോധിച്ചോട്ടെ, നേതാക്കൾ പരിശോധിക്കട്ടെ, എങ്ങോട്ടൊക്കെ ഈ പോക്ക്. എന്നിട്ട് എന്താ എൻ്റെ ബാരിക്കേഡ്? പാർട്ടി ലൈൻ. പ്രിയപ്പെട്ട സഖാക്കൾ, എന്താണ് ഈ പാർട്ടി? നമുക്ക് അതൊന്ന് പറയാം. പാർട്ടി ലൈനിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ നേതാക്കന്മാർ. എന്താണ് ഈ പാർട്ടി? ഈ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുണ്ടായതാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും നീതി നിഷേധിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തി അവരെ നീതി ഉറപ്പുവരുത്തി കൊടുക്കാനും സമൂഹത്തിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റി സമൂഹത്തിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വം. ഞാൻ കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല. 95% സഖാക്കളും കമ്മ്യൂണിസം പഠിച്ചിട്ടാണ്. മാർക്സും ആംഗൽസും കാണാതെ പഠിച്ചിട്ടാണോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളത്? ഒരിക്കലുമല്ല. ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായ നയം ഈ പാവങ്ങളെ സ്നേഹിക്കുകയാണ്. മറ്റവരെക്കാട്ടിലും നല്ലത് ഇവരാണ്. അത് പല ഘട്ടങ്ങളിലായി തെളിയിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. ആ ഒരു ഉദ്ദേശം
വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തർക്കില്ല. ആ 3-4 ആദർശത്തിന് ബേസ് ചെയ്തിട്ടാണ് ഈ പാർട്ടി നിൽക്കുന്നത്. അതാണ് പാർട്ടി. ആ പാർട്ടി അണികൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നേതൃത്വം പ്രവർത്തിക്കേണ്ടത്. ആ സീമകളാണ് ലംഘിക്കാൻ പാടില്ലാത്തത്. എന്നാൽ പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ. മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേടുകൊണ്ട് പറയാം അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? ഇവരുടെ അടിമത്തത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം. പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല. അതാണ് പാർട്ടി ലൈൻ. ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം, എന്ത് സ്വജനപക്ഷവും വാദവും നടത്താം, ഒരാളും ചോദിക്കാൻ പാടില്ല. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ ഉത്തരം പറയണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാ കോൺഗ്രസ്സുകാരനായ PV അൻവർ വന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ സ്വജനപക്ഷപാതവും വർഗീയതയുമായി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ നമുക്കത് നടക്കൂല എന്ന് പറഞ്ഞു വന്നോനെ അൻവർ. എനിക്ക് വിഷമമുണ്ടാവും, ഞാൻ പ്രതികരിക്കും, ഞാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് അപ്പുറത്തുനിന്ന് വന്നത്. ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ പറയാം, തിരുത്തും. അപ്പൊ പാർട്ടി സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളതാ. പാർട്ടി സഖാക്കള് എങ്ങോട്ട് പോകണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട. പാർട്ടി സെക്രട്ടറി പഞ്ചായത്തിൽ ഏർപ്പെടണ്ട. പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ പോകണ്ട. പിന്നെ ആരാ പോകേണ്ടത്? ആരെങ്കിലും പോയിക്കോട്ടെ. അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. എന്താണ്? ഭയങ്കര സത്യസന്ധമായ ഭരണം, നീതിപൂർവമായ ഭരണം. അതല്ലേ എല്ലാവർക്കും സമം. എന്ത് സമം? ജനാധിപത്യത്തിൽ കുറച്ച് സ്വജനപക്ഷപാതം ഉണ്ടാവും, അല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ സ്വജനപക്ഷപാതം പരിപൂർണമായും മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു, ആയിക്കോട്ടെ, സമ്മതിച്ചു. എന്നാൽ അവിടെ നീതി നടപ്പാണ്ടേ? അവിടെ നീതി നടപ്പാവുണ്ട്. അംഗീകരിച്ചു, നല്ല കാര്യം. അവിടെ മാർക്സിസ്റ്റുകാരനാണ് 2 കൊടുക്കുക. ഓട്ടോറിക്ഷ ഓടി വരണോ CITന്റെ ബോർഡ് ഉണ്ടെങ്കിൽ 500 രൂപയാണ് സാധാരണ ഫൈനാണ്, 1000. എത്ര സഖാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേട്ടയാട കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തിൽ ഉടനീളം. എന്താ ഇവർക്കാർക്കും കണ്ണ് നിറയുന്നില്ലേ? എന്താ ഈ പാർട്ടി ലീഡർഷിപ്പ് ഏറ്റെടുക്കാത്തത്? എന്താ ഏറ്റെടുക്കാത്തത്? എനിക്കെന്നെ പ്രിയപ്പെട്ട പത്രക്കാരുടെ ഒരു കാര്യം വിശദമായി പറയാനുണ്ട്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നെ എന്തോ ചെയ്തോ, പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം, കേരളം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്താ മാഷേ? നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പൊതുജനങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ വിഷയം എന്താ? പറ, അരുണ് പറയും. അല്ലെ, നിങ്ങളത് കഴിച്ച് എന്നോട് ചോദിച്ചോ? കേരളത്തിലെ ജനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? പൊതുസമൂഹം നേരിടുന്നത്. അത് രണ്ടാമത്, അതിൽ വലിയ പ്രശ്നമുണ്ട്. അതൊന്നുമല്ല. ആരെങ്കിലും ഐക്യമുള്ളതുകൊണ്ട് വരുത്തുന്നുണ്ടെങ്കിൽ പറയും. കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭയാനകമായ ഒരു വിഷയമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത്. ഞാൻ പറയാം, സമയം കളയണ്ട. എന്താണ്? അതൊന്നുമില്ല, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? നമ്മൾ ഒരു ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിത് പരിശോധിച്ചു. തമിഴ്നാട്ടിൽ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട്. ഹൈദരാബാദ്, ആന്ധ്ര, ഡൽഹി, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പം ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക? നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല. ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കും, ഇപ്പൊ തെളിയും എന്ന് വിചാരിക്കും. എന്താ തെളിയാത്തത്? ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി ഇവർ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം, പ്രത്യേകിച്ച് യുവാക്കള്, വളർന്നു വരുന്ന തലമുറ, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ്. ഒരാൾക്കും ഈ വിഷയത്തിൽ
അവരുമായി ഈ പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും വിഷയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് വരികയാണ്. ഞാനിത് എത്ര ദിവസം ഉണ്ടാവും, ഇന്ന് എവിടെ തട്ടും, എവിടെ ജയിലിലിടും, ഒന്നും പറയാൻ കഴിയില്ല. ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും UDF പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തോ? എന്താ ഏറ്റെടുക്കാത്തത്? ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശ്ശൂരും ആകെ കലക്കി ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? എന്താ കാരണം? ഇത് തന്നെ. ഇപ്പൊ തൃശ്ശൂർ ഉറപ്പല്ലേ BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ്. അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ? അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു. ഇനി എന്തിനാ അതിൻ്റെ ഒരു അന്വേഷണം? വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2024 ജോക്കാണ്. അതുകൊണ്ട് ഇതൊന്നും ഇവരാരും ഏറ്റെടുക്കൂല. ലീഗ് സമുദായത്തിന് വേണ്ടി സംസാരിക്കണം. ആയിക്കോട്ടെ, എന്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്യണത്? എന്താ ചെയ്തിരിക്കുന്നത്? മഹാനായ CH ബാഫക്കിത്തങ്ങളും ഈ പറയുന്ന ഉമർ ബാഫക്കിത്തങ്ങളും അവസാനമായിട്ട് അതിലെ കണ്ണിയായിരുന്നു ബഹുമാന്യനായ ഷിഹാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വിഷയങ്ങളിൽ ഈ പറയുന്ന തലമുറ ലീഗിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ പണി എന്താ? ഒരു വിഷയത്തിലും ഇടപെടില്ലല്ലോ. കുഞ്ഞാട്ടി സാഹിബ് ഇങ്ങനെ അല്ലേ, അപ്പുറത്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗും ഇല്ല. അന്വേഷിക്കണം, പിടിക്കണം. എന്താണ് ഞാൻ ഈ പറഞ്ഞ നെക്സസ്? എന്താ കോൺഗ്രസിന്റെ സ്ഥിതി? എന്താ കെ സുധാകരന്റെ അവസ്ഥ? എന്താ VD സതീശൻ? എന്താ ഏറ്റെടുക്കാത്തത്? എല്ലാവർക്കും അത്യാവശ്യം അരയിലുണ്ട്, എടുത്താൽ പൊന്തൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇവരൊക്കെ ജനങ്ങളോ വിഡ്ഢികള്. അപ്പൊ സഖാക്കളോ സഹിച്ചോളുക, ഉണ്ടാൻ പറ്റൂല. എങ്ങോട്ടേക്കാണ് ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോകുന്നത്? പൊതുപ്രവർത്തകർക്ക് ഒന്നിലും ഇടപെടാൻ പാടില്ല. പോലീസിൽ മാത്രമല്ല, 8 കൊല്ലത്തെ LDF ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൊതുപ്രവർത്തകർക്ക് ഒരു പൊതുവിഷയങ്ങളിലും ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂച്ചുവില കിട്ടു. ഉദ്യോഗസ്ഥ മേധാവിത്വം, ഉദ്യോഗസ്ഥ പ്രമാണിത്വം, അത് ഈ ഗവൺമെന്റിന്റെ 8 കൊല്ലത്തെ സംഭാവനയാ. ഞാൻ ഇവിടെയല്ല, പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തേ പുറത്ത് പറയുന്നല്ല ചോദ്യം. സഖാക്കൾ വളരെ ദേഷ്യപ്പെട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് പാർട്ടിയിൽ പറയേണ്ട കാര്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ ആ AKG സെന്ററിൽ കൊടുത്ത കാര്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കുക. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒന്ന് പറയട്ടെ. പറയില്ല, ഇനി കിട്ടിയിട്ടില്ല എന്ന് പറയും. ഒരു ബൈൻഡ് ചെയ്യാ, മനസ്സിലായോ? ഒരു ബൈൻഡ്. നിങ്ങൾ സ്പീക്കർ ഓഫീസിൽ നിന്ന് അന്വേഷിക്കണം. ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് നിങ്ങൾക്ക് അടിക്കരുതെന്ന് പറയും. കാരണം നമ്മുടെ എല്ലാ കാര്യത്തിനും ഇതിൽ നിന്നല്ല, നാടുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ എല്ലാ വിഷയത്തും ഡോക്യുമെന്റഡാ. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് പ്രിയപ്പെട്ട സഖാക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ എന്ത് ചെയ്യും? ഞാനിതിൽ പങ്കാളിയാണ്. അതല്ലെങ്കിൽ ഈ മാറ്റി തന്ന SP മാരെയും കാല് പിടിച്ച 25 കൊല്ലം കൂടെ നിൽക്കുന്ന DGPന്റെ ഒക്കെ കൂടെ പോയിക്കൂടെ എനിക്ക്? ഇപ്പൊ ഞാൻ കേസിൽ പ്രതിയാൻ പോവാണ്. വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന പോലെ ഈ UDFന്റെ നേതാക്കന്മാരെ പോലെ ഇങ്ങനെ നിന്നാ പോരെ? കുറച്ചും കൂടി വിടർന്നു നിൽക്കായിരുന്നു ഈ പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട്. ഞാൻ ഈ സമൂഹത്തിനോട് വഞ്ചന ചെയ്യാൻ തയ്യാറല്ല. ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ, ഈ കൂടി നിൽക്കുന്ന ഈ സംസ്കാരം, ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാലോ, ഒരു സാമുദായിക നേതാവ് അവരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏത് ജെഫ്രി തങ്ങളായാലും, ഏത് AP ഉസ്താദ് ആയാലും, ഏത് ബിഷപ്പായാലും ഒരു കാര്യമില്ല, ചവിട്ടി അങ്ങ് തേപ്പിക്കും. അതിനൊരു ടീം ഇവരൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂല്യന്മാരും മിണ്ടൂല, പള്ളിരസന്മാരും മിണ്ടൂല, ഈ പറഞ്ഞ സ്വാമിമാരും മിണ്ടൂല. മിണ്ടാൻ പറ്റൂല. പറ്റിയ പരിപാടി തീർക്കും. ആരാ തീർക്കുന്നത്? ഇവരെല്ലാം കൂടെ ഈ നെക്സസ് ഒന്നാണ് ആ കാര്യത്തില്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് എന്താ പറയാ രീതി, ഈ രീതിയിൽ ഇനിയും അത് സഹിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല, എൻ്റെ വീട്ടിലെ കാര്യത്തിലാണെങ്കിൽ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു എനിക്ക് അനുകൂലമാക്കാനുണ്ടായിരുന്നേ. ഞാനൊരു കാലിച്ചായ ഈ വിഷയത്തിൽ കുടിച്ചിട്ടില്ല, കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്താ അറിയോ, ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ, എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്ന് പോയി പരിശോധിക്കണം. ഉണ്ടായ സ്ഥലങ്ങളിൽ
നാട് കുട്ടിച്ചോറാവും. കൊന്നവന് മാത്രമല്ല, കൊല്ലപ്പെട്ടവനും കൊല്ലാൻ പോയവനും ആർക്കും മനസ്സമാധാനം ഒരു നാട്ടിൽ നഷ്ടപ്പെടും. അപ്പൊ ആകെ നമുക്കുള്ളത് എന്താ? മനസ്സമാധാനം. നിങ്ങളിപ്പോ 10 മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഭാര്യമാരെ അമ്മയും അങ്ങ് ഭയപ്പെടില്ല. 10:30 വരെ നോക്കും. 10:45 കഴിഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കും. പിന്നെയും കിട്ടിയില്ലെങ്കിൽ 11 മണി വരെ നോക്കും. 11 മണി കഴിഞ്ഞിട്ട് അവർക്ക് ടെൻഷൻ തുടങ്ങുള്ളൂ. 4 മണിക്ക് സ്കൂളിൽ വരുന്ന കുട്ടികളെ കാത്തിക്കുന്ന അമ്മമാരെ കാണാൻ നമുക്ക് വഴിയരികിൽ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ? 4 മണി കഴിഞ്ഞു, 4:15, 4:30 ആകുമ്പോഴൊന്ന് വിളിച്ചു വെക്കുക. ഒന്ന് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ. 1 മിനിറ്റ് തെറ്റിയാൽ ആളി കത്തും തീയ്. എന്താണ്? ബോംബെറിഞ്ഞോ? ഭർത്താവ് കൊല്ലപ്പെട്ടോ? ആക്രമിക്കപ്പെട്ടോ? ഇതല്ല ആലോചിക്കുക. ഇതാണ് വർഗീയത. വലിയ സുഖല സംഗതിയല്ല. അതിലേക്കാണ് ഈ സംഗതിയെ കൊണ്ടുപോകുന്നത്. അത് തടുക്കാൻ എന്തെങ്കിലും കഴിയോ എന്നതിന്റെ പരിശ്രമമാണ്. അതാണ് പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാനുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി ചർച്ച നടക്കുന്ന വിഷയങ്ങളാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഞാൻ ഉയർത്തിയ വിഷയം എന്താണ്? ഈ സന്ദീപാനന്ദഗിരി വിഷയം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പം തരാം. ഇത് കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പൊ തന്നെ കണ്ണൂരിലെ സഖാക്കള് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കുറെ മാസങ്ങളായി പറയുന്നുണ്ട്. കണ്ണൂരിലെ സഖാക്കളൊന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന അവിടുത്തെ കൊലപാതകങ്ങളിൽ ഏതെങ്കിലും ഒരു കേസ് കൃത്യമായി നടന്നിട്ടുണ്ടോ? ഇപ്പൊ അവിടെ ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. എന്താണ് ഡിവൈഎസ്പി സുകുമാരൻ. സഖാക്കൾ പറയുന്നത് അവിടുത്തെ പ്രമാദമായ പല കേസും ഇദ്ദേഹത്തെ വിട്ടാണ് അന്വേഷിപ്പിച്ചിരുന്നത്. നിരപരാധികളെ ഒരുപാട് സഖാക്കളെ പ്രതികളാക്കിയിട്ടുണ്ട്. ഈ കക്ഷി ഇപ്പം 2 മാസം മുമ്പ് BJP ചേർന്നു. ഇപ്പൊ തിരുവനന്തപുരത്താണ് സന്ദീപാനന്ദഗിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കാരായി രാജനെ പ്രതിയാക്കണം അല്ലേ? ആരെയ്യുന്നത്? ഇത് കത്തിച്ച BJPയുടെ RSSന്റെ ആളുകളെ ഒഴിവാക്കിയിട്ട് കാരായി രാജനെ. AKG സെന്റർ മർമ്മങ്ങൾ AKG സെന്റർ മറക്കാനായിട്ടില്ല. അന്ന് ഈ AKG സെന്ററിൽ ആക്രമണം നടക്കുമ്പോൾ ആരാണുള്ളത്? ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറൊക്കെ അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ബോംബ് പൊട്ടിയതിനെ പറ്റി എന്താ പറയാ, ടീച്ചർ ഒരു എന്താ പറയാ കിലിക്കോ എന്താ പറയുന്നത്, ആ ടീച്ചർക്ക് എന്തായി എന്താണ് എഴുതിയിരിക്കണേ? കിടുങ്ങാച്ചി അമ്മ എന്നുള്ള പേരിട്ട് ഇവിടെ സൈബറില്ലേ? ഇല്ലേ? ഇട്ടില്ലേ? എന്തിനാ ആ കേസ് ഇവർ അട്ടിമറിക്കാൻ നോക്കിയില്ലേ? ആ ചീത്തപ്പേര് അവർ വഹിക്കുമ്പോഴാണ് അവർ PV അൻവറിനെതിരെ പറയുന്നത്. ആയിക്കോട്ടെ, അവരും അനുഭവിച്ചാണല്ലോ. ആ AKG സെന്റർ കമ്മ്യൂണിസ്റ്റുകാർ കത്തിക്കുക പരിശ്രമം നടത്തിയതിൽ എത്ര വാർത്ത വന്നു? അപ്പൊ ഈ പോക്ക് അങ്ങോട്ടാണ്. ഇവർക്കൊക്കെ P ശശിയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് ചോദിച്ചു. ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലല്ല കേട്ടോ, ഇന്ത്യ രാജ്യത്ത് ഇത്രയും എന്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട CM-ന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ബന്ധപ്പെട്ട ഒരു സഖാവ്, ഒരൊറ്റൊരുത്തൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞാൽ ഇതിന്റെ ചെവി അരിച്ചു കൊടുക്കാൻ CM-ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തിനാ CM കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? CM എന്തിനാണ് ഇവരെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? അവിടെയാണ് പ്രശ്നം. അപ്പൊ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, എൻ്റെ പാർട്ടിക്കാരോട്, എൻ്റെ പ്രവർത്തകരോട്, CM-നോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കമില്ല. അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പൊ എന്താണ്? പല ഉപജാപക സംഘങ്ങളാണ്. നേർക്ക് നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെയായിരിക്കും. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവിനോട് പറഞ്ഞെന്താ നിങ്ങൾ? നമ്മളോടൊന്നും ഇപ്പൊ സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിലെ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹത്തെ അടുത്ത ബന്ധമുള്ള ആള്. അപ്പൊ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത്? എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന ഈ അജിത് കുമാറും വാറോല സംഘവും ഈ P ശശിയും മാത്രം മതി. മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നത്. സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം
അതിന്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ സോറി റിയാസ് തല പോയിക്കണം, അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പൊ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അവര് തീരുമാനിക്കണം. ഇതൊരു പ്രധാന വിഷയമാണ്. എന്തേ പാർട്ടിക്ക് ഇത് ഇടപെടാൻ കഴിയാത്തത്? ഞാൻ നാളെ തരുന്നുണ്ട് നിങ്ങൾക്ക്. പാർട്ടി അതൊക്കെ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഈ പാർട്ടിയുടെ എന്താ ഞാൻ കൊടുത്ത പരാതി? കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് നാളെ ഞാൻ ആ കത്തിന്റെ കോപ്പി തരും. ഓരോ സഖാവും അതൊന്ന് വായിച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങളത് സ്വയം അന്വേഷിക്കുക. അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ, വസ്തുതയുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഖാക്കൾ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് എന്നെ കല്ലെറിയുന്ന സഖാക്കളോട് എനിക്ക് ഒരു വെറുപ്പില്ല. ആ സഖാക്കളോടൊപ്പം ആ സഖാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പിന്തുണ തന്നത്. ഇന്നും എൻ്റെ പിൻബലം ആ മതേതരവാദികളായ ഈ നാട്ടിലെ സാധാരണക്കാർ ഇവിടെ ജീവിക്കണം, അവർക്കൊരു അത്താണിയാകണം, അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെയാണ് എനിക്ക് പിന്തുണ തന്നത്. തെറ്റിദ്ധരിച്ച സഖാക്കളുണ്ടെങ്കിൽ പുത്തം വീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ, പുത്തം വീട്ടിൽ അൻവർ, ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോകാനോ ഇതുകൊണ്ട് പേരെടുക്കാനോ ഇതുകൊണ്ട് ആളാകാനോ ഞാൻ വന്നിട്ടില്ല പ്രിയപ്പെട്ട സഖാക്കളെ. വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഘട്ടത്തിലൊക്കെ എപ്പോഴും എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകായിരുന്നു. ദയവായി നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കുക. ഓ ഓ ഈ ഘട്ടത്തിലും താങ്കൾ പറയുന്നത് താങ്കൾ സമീപകാല അപ്പോഴും താങ്കൾ സഖാക്കളെ പുറകെ പിടിക്കുന്നു, ഇപ്പോഴും സഖാക്കളുടെ സപ്പോർട്ട് താങ്കൾ കൊണ്ടുവന്ന് നടക്കരുത്. ഈ രണ്ട് കാര്യങ്ങളും വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് അക്കോർഡിംഗ് ടു മീ. ഞാൻ ഈ അന്വേഷണമായി പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയെ തകർക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഈ പാർട്ടി തിരിച്ചു വന്നേക്കാം. അപ്പോൾ ഇതിൻ്റെ അടിവേര് വെട്ടാൻ PV അൻവർ തയ്യാറാവില്ല. ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഈ നാട്ടിലേക്ക് ഷെയർ ചെയ്താൽ AKG സെൻറ്റർ പോളിസി സഖാക്കളൊക്കെ ഓടേണ്ടി വരും. ഞാൻ ചെയ്യൂലപ്പോൾ. പക്ഷെ എൻ്റെ മേത്തേക്ക് എടുത്താലുണ്ടല്ലോ, എൻ്റെ ശരീരത്തിലേക്ക് എടുക്കാൻ, എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ, എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ, അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഞാൻ ഈ തെളിവും കീശി വെച്ച് നടക്കില്ല. എനിക്കറിയാം എൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന്. അജിത് കുമാറിൻ്റെ ശേഷി എനിക്കറിയാം, അവൻ്റെ വിദേശത്തിലെ ശേഷി എനിക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിലെ ശേഷി എനിക്കറിയാം. അപ്പം അത് എവിടെയൊക്കെ എത്തിക്കണമോ എവിടെയൊക്കെ അത് വെക്കണോ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാലിയായാലും തെളിവ് ഇങ്ങനെ വരും. മനസ്സിലായോ? അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ ചോദിച്ചത്? അത് എന്നേറ്റുണ്ടായ എന്നെ കാര്യം അല്ല, അതൊരു പ്രപഞ്ച സത്യമല്ലേ? മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഈ കോലത്തിൽ നടക്കുമോ? ഒരു ദിവസമല്ലല്ലോ, 3 കൊല്ലമായിട്ട് നടക്കുന്ന ഈ പറയുന്ന ഈ തോന്നിവാസം ഇന്റലിജൻസില്ലേ, സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ, വിജിലൻസില്ലേ, കേന്ദ്ര ഏജൻസികളില്ലേ, നാട്ടുകാരില്ലേ, പാർട്ടിക്കാരില്ലേ, പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂർ അടിച്ചു പോണ്. 10 മണി കഴിഞ്ഞാൽ കരിപ്പൂർ ആ റോഡ് ബ്ലോക്ക് ചെയ്യണമല്ലേ, ലൈറ്റ് ഓഫ് ചെയ്യണം. എവിടെയും ഒരു നിയമമല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണം, കടകൾ ഓഫ് ചെയ്യണം. സുജിത് ദാസിന്റെ ഓർഡറാ. എൻ്റെ ഫോണിലുണ്ട്, ഞാൻ ഇട്ടിരുന്നത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിലൊക്കെ പല പത്രക്കാരും ഒന്ന് ഇടപെട്ടതാ. അങ്ങനെ സ്വന്തമായി ഒരു നിയമം ഉണ്ടാക്കി കസ്റ്റംസിന് കൊടുക്കേണ്ട പിടിക്കുന്ന സ്വർണം കസ്റ്റംസിന് കൊടുക്കാതെ 102 CRPC ഉപയോഗിച്ച് കളവ് മുതലാണെന്ന സംശയത്തിൽ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി ഇത് വെട്ടി തിരുത്തി അതിനെ തൂക്കെടുത്ത് പോവാണ്. ഇതുവരെ അന്വേഷിക്കാൻ കണ്ടിട്ടില്ല. നാളെ ഞങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം, ഒരു തട്ടാൻ ഉണ്ണിൻ്റെ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്ന അപ്രൈസർ, നാളെ ഉണ്ണിൻ്റെ സ്വത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്.
പോലീസ് കണ്ടെത്തിയിട്ടില്ലല്ലോ. നാളെ രാവിലെ ചായ കുടിച്ച് റെഡി ആയിക്കോ, നാളെ രാവിലെ മുതൽ ചലോ കൊണ്ടോട്ടി. മനസ്സിലായില്ലേ? അല്ല, തെളിവ് ഞാൻ തരാം. ഞാൻ പാർട്ടിക്കെതിരല്ല പറയുന്നത്. ഞാൻ പാർട്ടി ഇത് എന്താ, വാട്ട് ഈസ് പാർട്ടി? യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് പാർട്ടി, വാട്ട് യു മീൻ ബൈ പാർട്ടി എന്ന് പറഞ്ഞു. അല്ല പറയൂ, ചോദ്യം ചോദിച്ചാൽ പോരാ. ഇഫ് ഐ ആം ആസ്കിംഗ് സം ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ, ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ഓൾസോ. ടെൽ മീ വാട്ട് ഈസ് പാർട്ടി. പാർട്ടി എന്താ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ പാർട്ടി എന്ന് പറയുന്നത് അതിന്റെ പാർട്ടി പ്രവർത്തകരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി സഖാക്കളാണ്. മനസ്സിലായോ? അതിന്റെ മുകളിലുള്ള മേൽക്കൂര മാത്രമാണ് പാർട്ടി ലീഡേഴ്സ്. മനസ്സിലായോ? ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് പാർട്ടി സഖാക്കളാണ്. അവരുടെ വിഷയമാണ് പൊന്നാര സഹോദരൻ. സൂപ്പർ നേതാക്കളാണ്, പക്ഷെ കാലിൽ ചെങ്ങലുണ്ട്, ഉച്ചുവലങ്ങാണ്. അദ്ദേഹത്തിന് പറയാൻ, അദ്ദേഹത്തിന് അത്രയും മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നേരം കൊടുത്തോളൂ. ഇനി ഇത്രയും വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമോ അതോ പാർലമെന്ററി പാർട്ടിയിൽ നിന്നെങ്കിലും മാറി നിൽക്കുമോ? ഒന്നും പറയാനായിട്ടില്ല. നിങ്ങൾക്ക് അതിന് ലേശം തിരക്കുണ്ടാവും. അത് നമുക്ക് നോക്കാം. ഒരു കുറവ് ഇല്ല. മുഖ്യമന്ത്രിക്ക് അതിൽ പരിപൂർണമായ മുഖ്യമന്ത്രിക്ക് അതിൽ ബഹുമാനം ഉണ്ട്. അതിന് യാതൊരു തർക്കമില്ല. അല്ല, അത് ഞാൻ പണ്ട് പറഞ്ഞത്, എൻ്റെ പിതാവിനെ പോലെയാണ് ഞാൻ. അങ്ങനെ ഇങ്ങനെ ഒരു കുടുംബഞ്ചനായി നമ്മൾ ചെയ്യും. ആ മക്കൾ തള്ളിപ്പറയും, അതാണ് അവൻ കോൺഗ്രസ് വന്നാണ്, ആ സംസ്കാരം. എനിക്കൊരു പ്രശ്നമില്ല. ഇങ്ങനെ ആയിരുന്നില്ല ഉന്നയിക്കേണ്ടത്, ഒക്കെ കറക്റ്റാണ്. പാർട്ടി സംവിധാനതല്ല, അതൊക്കെ നമുക്ക് കേൾക്കാം. അവന് കുറച്ച് മൂപ്പധികാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കും, പ്രശ്നമില്ല. കള്ളനാണ്, അല്ലല്ലല്ലല്ലല്ലല്ല, കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെന്താണ് ഭീഷണിപ്പെടുത്തുക? എന്താ ഭീഷണി? ഗവർണർ കത്ത് വന്നിട്ടുണ്ട് അൻവറിനെ പറ്റി, അല്ലേ? അല്ല ഒരു മിനിറ്റ് ഞാൻ തരാം. ഐ വിൽ ഗിവ് യു ടൈം. നേരം വിളിക്കുന്നവരെ ഇരിക്കാം. ഗവർണർ കത്ത് വന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ. ആ കത്തിന്റെ വിവരം നേരം എനിക്ക് കിട്ടി. അതിൽ ഗവർണർ അൻവറിനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത്, ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തലിനെ കുറിച്ചാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി. മനസ്സിലായോ? അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ആ ഒരു കുടുംബത്തിനല്ല ഞാൻ വന്നത്. മനസ്സിലായോ? നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിനാണ്. വർഷക്കണക്കിന് ജയിലിൽ കടന്ന വാപ്പാരും വെള്ളിപ്പാരിൻ്റെ കുടുംബത്തിനാണ്. ആ രക്തമാണ് എൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഊമാച്ചി കാണിച്ചിട്ട് അതിനാരും വരണ്ട. ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നതോട്, ഈ ഭൂമിയിൽ PV അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്കും മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളൂ. ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത്. അതിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. ഓരോരുത്തർ ചോദിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു വിഷയം. അപ്പോൾ താങ്കൾ ഉത്തമ ബോധ്യത്തോടു കൂടിയാണോ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അറിവുണ്ട് ഈ കള്ളക്കടത്ത് സംഘങ്ങളുമായി? അല്ല, മുഖ്യമന്ത്രിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞ ശശിയാണ് ഇതിന്റെ ആള്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ശശിയെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത്? ഈ സംസ്ഥാനത്ത് ഒരു സഖാക്കൾക്കും അഭിപ്രായമില്ലാത്തൊരു വ്യക്തി അത്. ഞാൻ സംസാരിച്ച ഒരാൾക്കും, താഴേക്കടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിലും നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും അഭിപ്രായമില്ല. എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം, കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. ഇത് വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി ചെയ്യുന്നുണ്ടെങ്കിൽ. അയാൾക്ക് ഇന്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ? എന്താ ഞാൻ ചോദിക്കുന്നത്, 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കുന്ന രീതി. ഇതെന്താ പ്രതികരിക്കപ്പെടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. ഇപ്പൊ പണ്ട് ശിവശങ്കർ
നിങ്ങൾ മനസ്സിലാക്കണം. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ? എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്? എന്താ അറിയാതെ പോയത്? ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ? അത് ടി.വി. അൻവർ ചിലപ്പോ കയറെടുത്ത് തൂങ്ങായിരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തൊക്കെ അതാണ്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 10 മിനിറ്റ് സമയം വേണ്ട. താങ്കൾ മാത്രമല്ല, ഘടകകക്ഷികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയും അദ്ദേഹത്തെ ഇത്ര റിസ്ക് എടുത്ത് അദ്ദേഹം സംരക്ഷിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല? വേറൊരു മരുമകനായിരിക്കും. മേ ബി അനദർ സണ്ണിലോ. ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ, എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ച് വെക്കുന്നത്? ഈ അജിത് കുമാറിനെ ഇതുപോലുള്ള നൊട്ടോറിയസ് ക്രിമിനൽ ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത്? എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം. കാരണം പണി മിനിറ്റോട് കൊടുക്കും. DGP ഇതിങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കാണും, കൊടുക്കുക സസ്പെൻഷന്. മനസ്സിലായോ? എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തൊരു കൊക്കിലേക്ക് 6 മാസം കഴിഞ്ഞിട്ട് വാട്ടാ. എന്താ ഏർപ്പാട്? ഇതാണോ സഖാക്കൾ മനസ്സിലാക്കുന്നത്? ഇതാണോ പാർട്ടി ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവിടെയാണ് പ്രശ്നം. ഇനി ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്കുക, അതിനാണോ പാർട്ടി നേതൃത്വം കൂട്ടു നിൽക്കുന്നത്? ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഞാൻ എപ്പോഴാ പറഞ്ഞോ? ഗവൺമെന്റ് പറഞ്ഞേ. ഓക്കെ, അല്ല അത് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞോ വെരിഫൈ ചെയ്താ. ആ വിഷയത്തിൽ എനിക്ക് തർക്കമില്ല. ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചാൽ അതോടൊപ്പം ഞാൻ ജനങ്ങളായ സഖാക്കൾ ഇവിടെ ഉണ്ട്, സഖാക്കളല്ലാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അതിലൊരാളായിട്ട് ഇങ്ങനെ പോലങ്ങളൊന്നും ചെയ്യില്ലല്ലോ. എന്തേ ചെയ്യോ? കേരളത്തിലൊരു രാഷ്ട്രീയ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാ പ്രധാനപ്പെട്ട പാർട്ടിയിലും ഉണ്ടെന്ന് നേതാക്കന്മാർ അതിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തിക്കൂടെ? എന്റെ പൊന്നാര അഷ്കര, എന്തിനാ അത് അന്വേഷിക്കണത്? ഇവരെല്ലാരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഉണ്ട്. ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിയന്ത്രണം ഉള്ള എല്ലാ സ്റ്റേറ്റ് ലീഡറുണ്ട്. സ്റ്റേറ്റ് മാത്രമല്ല കേട്ടോ, അത് വളർന്നു പറഞ്ഞ ജില്ലയ്ക്ക് എത്തിക്കണം, അവിടുന്ന് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സഖാക്കൾ പരിശോധിച്ചോ? പഞ്ചായത്ത് തല ചില പ്രശ്നങ്ങളാക്കുമ്പോൾ എന്താ ഒരു തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റാണ്. എന്നിട്ട് ആ സഖാക്കൾ ഇങ്ങനെ അന്തപ്പെട്ടിരിക്കുക. പഞ്ചായത്ത് ലെവൽ എത്തിയിട്ടുണ്ട്. ഇനി അത് ബ്രാഞ്ച് കൂടി എത്താനുള്ളൂ. അതോടുകൂടി എനിക്കോ പിന്നെന്താ? ഞാൻ കാവൽക്കാരനാണ്. ഞാൻ പാർട്ടി കയറിയിട്ടില്ലല്ലോ. എൻ്റെ പണി സെക്യൂരിറ്റി പണിയായിരുന്നു. മനസ്സിലായില്ലേ? ഇത്ര കാലം ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ലല്ലോ. ഞാൻ അവിടെ സെക്യൂരിറ്റിക്കാരന് ജോലി ചെയ്തിട്ട് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കല്ലേ. ഇനി സെക്യൂരിറ്റി തന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ റോഡിൽ ഇറങ്ങിയേക്കും. മനസ്സിലായില്ലേ? RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെയോ ഈ RSSന്റെ അത്തരം ഒരു ഭീഷണി ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതിനിപ്പോ ദൂതും എന്താ പറയാ പാറാവൊന്നും വേണ്ടല്ലോ. ഈ ADGPയും പൂരം കണക്കലും ഈ പറയുന്ന അവിലും കഞ്ഞിയും ഈ സാമ്പാറും ഒക്കെ എത്രയായി തുടങ്ങി. അത് നിങ്ങൾ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയോടൊന്നും ചോദിക്കും ഈ കാര്യം. മനസ്സിലായില്ലേ? അതിന് ഞാൻ ഉത്തരം പറയണ്ട. എന്റെ ഉത്തരം ഇതിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് പൊട്ടിക്കറി ലേശം കുറയും. മറ്റേ മകള് ഇത് മരുമാനാണല്ലോ, ലേശം കുറവുണ്ടാവും. എന്തൊരു പൊട്ട ചോദ്യം ചോദിക്കും. അല്ല പൊന്നാര മനുഷ്യ, അതൊരു പ്രപഞ്ച സത്യല്ലേ? മാസം ഇന്നലെ പറയുമ്പോ ഇടങ്ങാറാന്ന് നിങ്ങൾ കണ്ടില്ലേ?
സർക്കാരിന് ഇപ്പോഴത്തെ അവസ്ഥയ്ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിന്നെ ഗോവിന്ദ മാഷാണോ? അല്ലല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് ഈ മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മൊത്തം അങ്ങ് ബലി കൊടുക്കുകയാണോ? ഞാനല്ല ബലി കൊടുക്കുന്നത്. അങ്ങനെ ബലി കൊടുക്കുന്നുണ്ടോ എന്ന് സഖാക്കൾ പരിശോധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത് നൂറുകണക്കിന് രക്തസാക്ഷികൾ പിറന്നു വീണ പാർട്ടിയാണിത്, മനസ്സിലായോ? ആ പാർട്ടിയുടെ രക്തത്തിലാണ് നിൽക്കുന്നത്. ആ കണ്ണൂരിലെ സഖാക്കൾ, ആ രക്തസാക്ഷികൾ ഇപ്പോഴും കരയാണ്. അവർക്ക് പല കേസിലും നീതി കിട്ടിയിട്ടില്ല. അവരെ പല കുടുംബത്തിനും ഒരാശ്വാസം കിട്ടിയിട്ടില്ല. എൻ്റെ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഗോവിന്ദ മാഷയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കും, മനസ്സിലായോ? അല്ലെ ഞാൻ പറയട്ടെ. ഏത് വ്യക്തി? അതെ മുഹമ്മദ് റിയാസ്. എന്തെങ്കിലും ഒരു പണി നിങ്ങൾ എടുക്കി മാഷെ, മനസ്സിലായില്ലേ? എനിക്ക് കേരളത്തിലെ മുഴുവൻ സാധാരണ മനുഷ്യരും ആ സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയാണല്ലോ ഈ സഖാക്കള്. അവർ കുറച്ചും കൂടി മനുഷ്യത്തുള്ളവരാണ് ഈ വിഷയങ്ങളിലൊക്കെ. സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഷർട്ടിലും പാൻറ്റിലൊക്കെ തേച്ചു വന്ന് എന്നിട്ട് അത് കത്തിച്ചു, മനസ്സിലായോ? എന്തിനാ അദ്ദേഹം ഇതിന് പണിയും നിൽക്കുന്നത്? ഇനി അങ്ങനെ പിടിച്ചാൽ തന്നെ 102 ഒരു മിനിറ്റ് നിങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് ദയവായി കേൾക്കുക. ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ചു ട്രൗസറിലും ഷെഡിലൊക്കെ തേച്ചിട്ടാ വന്നതെന്ന് വിചാരിക്കുക. അത് കത്തിക്കണ പണി പോലീസിനല്ല. 102 CRPCയിൽ ആ സാധനം നേരെ കോടതിയിൽ കൊണ്ടുപോയി വെക്കുക. മജിസ്ട്രേറ്റ് ഇതാണ് സാധനം, അതിൽ സ്വർണ്ണുണ്ട്. മജിസ്ട്രേറ്റ് അവിടുന്ന് ഓർഡർ ഇടും, അതിനൊരു ഗാർഡിനെ ഫിക്സ് ചെയ്യും. ഇത് കൊണ്ടുപോയിട്ട് എവിടെ കത്തിക്കേണ്ടത് വെച്ചാൽ ആ ലീഗലായിട്ട് കത്തിക്കും. അവിടുന്ന് അതിന് ലീഗലായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങും. ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ എത്ര സ്വർണ്ണ കിട്ടിയ മജിസ്ട്രേറ്റിനെ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണം, മനസ്സിലായോ? ഈ എല്ലാ പണിയെടുക്കുന്ന ആരാണ്? സുജിത് ദാസ്, മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, പോട്ടെ പറഞ്ഞു. ഈ കേന്ദ്രവും കേരളമൊക്കെ ഒന്നും തന്നെയല്ല. ആരോട് പറയാം നീ പരസ്യയോട് പറയണ്ടല്ലോ. ഞാൻ നോക്കിയിട്ടില്ല, ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയും. ആർക്കാണോ കേരളത്തിലെ ഒരു BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, സാഹചര്യവശാൽ നിർബന്ധിത സാഹചര്യത്തിൽ ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അതാരാ നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, അതെനിക്കറിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ല നിങ്ങൾ അന്വേഷിച്ചോ. അത് ഇതിന്റെ പിന്നിൽ അൻവറാണോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ സൗകര്യം പറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ് ആ ആളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ. മുഖ്യമന്ത്രി തന്നെ അത് നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ പറയണ്ടല്ലോ. ഇവിടെ BJPക്ക് ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആർക്ക്? ADGPക്ക്. ആ വ്യക്തി ആരോ എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ആ എന്തിനു വേണ്ടിയിട്ടാണോ BJPയെ കൂട് പിടിക്കേണ്ടത് ആ വ്യക്തികൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ADGPക്ക്. ഇതിൽ BJPയെ കുറ്റം പറയാൻ പറ്റില്ല. BJP നല്ല ഫൈൻ പ്ലേ അല്ല കളിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം അവർ പ്രയോഗിച്ചു, അവരെ വിജയിച്ചു. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന് സൗകര്യമൊരുക്കി കൊടുത്തവർ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ പറഞ്ഞ ആയിരക്കണക്കിന്. ഇപ്പൊ ഞാൻ ഇന്ന് അങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു മെസ്സേജാണ്, ദയവായി നിങ്ങൾ കേൾക്കുക. എന്താ അറിയോ? കണ്ണൂരിലൊരു ഒരു സഖാവിന്റെ മെസ്സേജ് വോയിസാണ്. അപ്പം ഇങ്ങനെ നിരന്തരം വിളിക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല എനിക്ക് കാറിൽ വരുമ്പോൾ. അപ്പോൾ ആ സഖാവിൻ്റെ മെസ്സേജ് എന്താ വെച്ചാൽ, സഖാവ് നിങ്ങൾ എന്തായാലും പത്രസമ്മേളനം നടത്താൻ പോവാണ്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട്.
ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു കോടിയേരി സഖാവ്. ആ മനുഷ്യൻ്റെ മരണം നടന്നിട്ട് തിരുവനന്തപുരത്തെ AKG സെൻറ്ററിൽ ആ ബോഡി ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടില്ല. കേരളത്തിലെ ഉടനീളമുള്ള സഖാക്കൾ അതിനുവേണ്ടി കാത്തിരുന്നാണ്. ഒരു നേരത്തെ യാത്രയപ്പിന് ആ സഖാവിനൊന്ന് കൈ ഉയർത്തി ഇൻകിലാബ് വിളിക്കാൻ വേണ്ടി കാത്തുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ഉണ്ടായിരുന്ന MLA. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും അത് കാണിച്ചു തന്നില്ല. അതിനൊരു സാഹചര്യം ഒരുക്കില്ല. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം ശവദാഹം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ് അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത്രമാത്രം ഞങ്ങളെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് സഖാവിനാണ് എൻ്റെ പിന്തുണ. മെസ്സേജാണ്. ആ കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരും? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നെങ്കിലും അതിന് പരിഗണന കൊടുക്കരുത്. ഇങ്ങനെ എന്താ മോനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ ഇല്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ പാപ്പ അങ്ങനെയായിരുന്നു, ഒരു ബലം പിടിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലം പിടിച്ച എല്ലാത്തിലും ഉണ്ട്. അത് മക്കളായിട്ടും കാര്യമില്ല, ഇനി ഉമ്മയായിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ആവുമ്പോൾ എല്ലാത്തിലും അങ്ങനെ ആവണം. മക്കൾക്ക് വേറൊന്നും മരുമക്കൾക്ക് വേറൊന്നും ഇല്ല. എല്ലാ മനുഷ്യരോടും ഒരു നീതിയായിരുന്നു എൻ്റെ ഉപ്പാക്ക്. ആ ഉപ്പയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നില്ല, അത് ആരും വിചാരിക്കേണ്ടതാണ്. ഇപ്പൊ താങ്കൾ തള്ളി പറയുക മാത്രമല്ല കടന്ന് ആക്രമിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായ ഒരു മനമാറ്റത്തിന് കാരണം? എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയതന്നെ. കൊടും ചതി എന്നോട് നടത്തിയിരുന്നില്ല. എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ല ചെയ്യുന്നത്. ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പൊ പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം. എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ച പിന്നെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കി പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെന്റ് TV അന്വറെ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം. അതിന് തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ വന്നല്ലോ, പോലീസ് എടുക്കേണ്ട പണി PV അന്വറെ കൊണ്ട് എടുപ്പിക്കാണ്. മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു അല്ലേ? നല്ല മുഖം തിരിഞ്ഞെങ്ങനെ ധരിക്കണം? ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 188 കേസ് എവിടൊക്കെ ഈ ബോംബ് എത്തുന്ന അറിയുള്ളൂ. ഞാൻ ബാക്കിൽ നോക്കും, സംഘം മുന്നിൽ നടക്കും, ഞാൻ ബാക്കിൽ നോക്കും. ഏത് ഞാൻ കേരളത്തിലല്ലേ, മലയാളത്തിലല്ലേ ഇതുവരെ പറഞ്ഞത് അല്ലേ? ഇനിയിപ്പം പറഞ്ഞു നിങ്ങൾ കണക്കൂട്ടു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും എന്നൊക്കെ പറയും. ഒരിക്കലുമില്ല. മലപ്പുറത്തെ നേതാക്കന്മാർ പച്ച സാധുക്കളാണ്. നമ്മൾ അറബിയിൽ പറയും വൈഫ് എന്ന്, ക്ഷീണിതര. അവർക്ക് ഇതിൽ സഖാക്കളെ പറയല്ല. അത്ര അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ. ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പരമാവധി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്. ഇതൊക്കെ നേരെ ആകാശത്തു കൂടെ പോവല്ലേ? ഇത് കൊണ്ടോട്ടിന്ന് ഇഷ്യൂ എന്ന് അറിയില്ലേ? മലപ്പുറത്ത് വന്നാൽ വളവൊക്കെ കയറിയിട്ട് പാർട്ടി ഓഫീസിനുള്ളിൽ കൂടെ നല്ലത് പോകുന്നത്. അങ്ങനൊന്നും അഭിപ്രായം എനിക്കില്ല, ഇല്ലാത്തത് ഞാൻ പറയില്ല. എന്തിനാണ് അവിടെ സ്വർണം കടത്തിയിട്ട് ഇവിടെ പൂരം കലക്കണത്? പൂരം കലക്കാൻ ഇവിടെ തന്നെ പണി വേറല്ലേ? അതും ഇതൊക്കെ എന്തിനാ കൂട്ടിക്കെട്ടണം? ഒരാവശ്യമില്ല മാഷേ.
നിയമസഭയിൽ ഉണ്ടെങ്കിലല്ലേ നമ്മളെ നിയമസഭയിൽ പോയി നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച അല്ലല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞായറാഴ്ച ഞാനൊരു പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട്. നിലമ്പൂർ പൊളിറ്റിക്കൽ നമ്മളെ ജനങ്ങളോട് പറയണല്ലോ. ആ ജനങ്ങളാണ് ഈ 3 അക്ഷരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഈ ജനങ്ങളും പാർട്ടി തന്ന അംഗീകാരമാണ്. അപ്പൊ ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഒരു സാധു കുറെ നേരമായി ഇവിടെ. അല്ലല്ല, അത് അന്ന് ADGP സാജൻ സ്കറിയ വിഷയത്തിൽ ADGPയും എന്താ പറയാ അജിത് കുമാറും ഈ ചങ്ങാതി എന്താണ് പി ശശി, ഇവർ രണ്ടും കൂടി ഇത് അട്ടിമറിച്ച ആ രൂപ ഞാൻ CM-ന് വിവരിച്ചു കൊടുത്താണ്. ഡൽഹിയിൽ ഇവർ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞ ഒരു നിസ്സഹായാവസ്ഥ. നമ്മളത് ടീ പാർട്ടിയാണെന്ന് ചായണ്ട വരിക്കും. ടീ പാർട്ടി അല്ല, ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ ഭയങ്കര ഫ്രീ ആട്ടോ. സത്യത്തിൽ CM ആ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണല്ലോ. അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ്, ക്യാപ്റ്റനാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത്. എൻ്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു. കാരണം ഈ സാധുവിനൊന്നും പറ്റരുത്, എന്നാൽ പി ശശി തെറിക്കണം, പോലീസിലെ ഈ സംവിധാനം മാറണം, പാവപ്പെട്ട സഖാക്കൾക്ക് പൊതുസമൂഹത്തിനും നാട്ടിൽ നടക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം, എന്നാൽ ഈ സാധുവിനൊന്നും പറ്റരുത്. ഞാൻ അദ്ദേഹത്തെ വാരിപ്പുണർന്ന് രക്ഷിച്ചാൽ പോയിരുന്നത്. ഞാനും വിചാരിച്ചു അത് തന്നെയാണ്. പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പോണ്ടല്ലോ അങ്ങനെ പറക്കണ് ഞാൻ ഭൂമി കൂടെ. എനിക്ക് ഫ്ലൈങ് കിട്ടൂലല്ലോ. ആ തമാശ കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇവരുടെ നെക്സസിന്റെ കോലം. ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് TV അൻവറിനെ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കുറെ ലീഗുകാർ കൈയടിച്ച്, മനസ്സിലായോ, അൻവറാക്ക് പറ്റെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മനസ്സിലായോ? അപ്പൊ അവിടുന്ന് ലീഗിന്റെ വലിയൊരു നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല. അപ്പൊ ലീഗ് തട്ടിയോ? അപ്പൊ അപ്പുറത്ത് കോൺഗ്രസ്, കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ, അൻവറാക്കിനെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പൊ ഹസ്സൻ സാഹിബ് എവിടുന്ന് തിരുവനന്തപുരത്ത് അൻവറിന് ഒരു കാരണവശാലും കോൺഗ്രസ് കളിപ്പിക്കൂല. അപ്പൊ കോൺഗ്രസും തട്ടി, ഇവിടെ CPM തട്ടു. അല്ല, അപ്പൊ ഈ സാധു അങ്ങോട്ടാ പോവാ? മനസ്സിലായ? ഒരു മിനിറ്റ്, ഇതാണ് നെക്സസ്. ദാറ്റ് ഈസ് ആൾസോ അനദർ ഓപ്പറേഷൻ. ഒരു കാര്യം ഒരു മനസ്സിലായില്ല. ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത്, മനസ്സിലായില്ല? ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും ഈ സഖാക്കളെയും കണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൽ ഏത് ഊരമ ഞാൻ കയറണം? ഞാൻ കയറുകയാണെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ ഊരമലേ കയറുള്ളൂ. ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാൾ നല്ലൊരു സാധനമൊന്നും അല്ലതൊന്നും, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നെക്സസ്, മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിലേക്ക് പോകില്ല, കോൺഗ്രസിലേക്ക് പോകില്ല, ആ പൊതുപ്രവർത്തനം അവസാനിക്കാനും കഴിയില്ല. അപ്പൊ പിന്നീട് എന്താണ് ഈ പുതിയ പാർട്ടിയാണോ എന്താണ്? നമ്മളിപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ, പണ്ടും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇനി എങ്ങനെയാണ് ആ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ താങ്കൾക്ക് കഴിയുക? ഓലക്കാട്ടിൽ ഉളുപ്പിലായിരിക്കും. എനിക്കെന്താ ഉളുപ്പുകാട്? ഞാൻ അല്ല, അത് കക്ഷിയൊക്കെ വിടുന്നേ, എനിക്കവിടെ ഇരിക്കാണ്ട കുഴപ്പം. എന്താണ് MLA ഷാനൻ? അല്ലല്ല, ഒറ്റ മിനിറ്റ്. എന്താ അരുൺ ചോദിച്ചത്? MLA സ്ഥാനം രാജിവെക്കുന്നോ? എന്തൊക്കെ വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ? രാജിവെക്കുന്നല്ല ചോദ്യം. പൊട്ടനാണ് പിരാന്തൻ, മനസ്സിലായോ? ആ പിരാന്തൻ എനിക്കില്ല. ഈ 3 അക്ഷരം ജനങ്ങൾ തന്നാ അതിന് ആ പൂതി വെച്ച് ആരും നിൽക്കണ്ട. മരിച്ച് വീണവരെ ഈ 1.25 കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ MLA ആവും. അല്ല, അതിൻ്റെ ഇടയിൽ പറഞ്ഞ സംബന്ധിച്ച ഓക്കെ. അപ്പം MLA ഇപ്പം രാജിവെക്കും വെച്ചിട്ട് ആരും ആ പൊളി പിന്തുണച്ച് കുറച്ച് ആളുകൾ തന്നെ പറയും ഇതൊക്കെ പാർട്ടിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം പാർട്ടിക്കാരെന്നെ ചോദിക്കുന്നു. അപ്പം പൂർണ്ണമായും ആ പറയുന്ന വിഭാഗം തന്നെ കൺവിൻസ് ചെയ്യാൻ താങ്കൾക്ക് പറ്റുന്നുണ്ട്? ആ വിഭാഗം താങ്കളുടെ കൂടെ ഉണ്ടാവും? അല്ല, അതല്ല ഇപ്പം ഞാൻ വിശദീകരിച്ചത്. പാർട്ടിയിൽ പറഞ്ഞ അവസ്ഥയും പാർട്ടിക്ക് കൊടുത്ത കത്തും അത് നോവല് പോലെ ബൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലേ ഞാൻ. അപ്പൊ ഈ സഖാക്കൾ മനസ്സിലാക്കി നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്.
നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അപ്പം ഈ പറഞ്ഞ ആളുകളോട് ഇപ്പം ഏത് കോൺഗ്രസിലും എടുക്കൂല, ലീഗിലും എടുക്കൂല, മൂപ്പർക്ക് BJPക്ക് പോകാനും പറ്റൂല, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കുകയും ചെയ്യുന്നു. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി, അതിന് ആരും കാത്തു നിൽക്കണ്ട. മനസ്സിലായില്ലേ? അപ്പൊ അതിനെതിരെ പറയുക, സംവിധാനത്തെ പറയുക, സർക്കാരിനെ പറയുക എന്നൊരു ഒരു ധാർമ്മിക പ്രശ്നം തോന്നുന്നുണ്ടോ? ധാർമ്മിക പ്രശ്നമില്ല, ഒരു ധാർമ്മിക പ്രശ്നമില്ല. ഞാൻ ചോദിച്ചല്ലോ, ആ മറ്റേ ചങ്ങാതിയിൽ എന്താണ് ശങ്കരനോ എന്താ വക്കീലിന്റെ പേര്, ജയശങ്കരൻ അല്ലേ? നിങ്ങൾ ധാർമ്മികത വെക്കി. അവനോട് ഞാൻ എന്താ പറഞ്ഞേ? അവനോട് ഞാൻ എന്താ, ഒരു മിനിറ്റ് ഇപ്പൊ ചോദിച്ചു, ധാർമ്മിക ഉത്തരവാദിത്തല്ലേ ഈ പാർട്ടിയുടെ പിന്തുണ വാങ്ങിയിട്ട് ജയിച്ചിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, എന്നെ ധാർമ്മികത പഠിക്കാൻ വന്നല്ലോ എന്ത് ജയശങ്കർ വക്കീല്, അവന് ഞാൻ ധാർമ്മികത പഠിപ്പിച്ചു കൊടുത്തല്ലോ. അവന് ഉപയോഗിക്കേണ്ട സാധനം ബക്കറ്റാണ്, മനസ്സിലായില്ലേ? ആ ബക്കറ്റായിട്ട് ഞാൻ ആളെ വിട്ടു നിന്നു. ഞാനൊരു MLA ആണെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഒരുപാട് തമ്മാടി കൂട്ടങ്ങളുണ്ട് ഈ നാട്ടിൽ. അവിടെ ഞാൻ MLA ആണ്, എൻ്റെ ഷർട്ട് ചെയ്തില്ലാണ്ട് ഈ സാധുക്കൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നതുകൊണ്ടാ ഈ പറയുന്ന പൊതുപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക്, സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് ഇതുപോലുള്ള ഈ എന്താ പറയുക, ഈ വാഴോളികൾ ചവിട്ടി കയറുന്നത്. അത് നടക്കൂല. എനിക്ക് അങ്ങനത്തെ ഒരു ഫാൾസ് ഇമേജ് വേണ്ട. ഞാൻ ആദ്യം പറയുന്നുണ്ട്, ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയൊന്നുമില്ല. അപ്പൊ ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. പാർട്ടി അംഗമാണ്. അവിടെ വിശദമായി പറയാൻ, താങ്കളുടെ പരാതി പറയാൻ പാർലമെന്ററി പാർട്ടിയിൽ അവസരമുണ്ട്, താങ്കൾ ഉപയോഗിച്ചില്ലാന്നുള്ളതാണ്. അങ്ങനെ പാർലമെന്ററി പാർട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ അവസരമുണ്ടോ, അത് താങ്കൾ ഉപയോഗിക്കാതിരുന്നതാണ്. അതാണ് വേറെ തമാശ. സാധാരണ പാർലമെന്ററി പാർട്ടി നിയമസഭാ സമ്മേളനം കൂടുമ്പം ചിലപ്പോൾ തലേ ദിവസം, മിക്കപ്പോഴും ഫസ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആയിരിക്കും. കാരണം എല്ലാ MLA-മാരും വന്ന് ഇപ്പോൾ 2 മണി, ഫസ്റ്റ് ഡേ ഒക്കെ 2 മണി 3 മണിക്ക് അസംബ്ലി കഴിയും. അപ്പോൾ ഒരു 3 മണിക്ക് 3:30 മണിക്കാണ് ഈ പാർലമെന്ററി പാർട്ടി ഉണ്ടാവും. UDF ഉണ്ടാവും, സോറി LDF ഉണ്ടാവും, CPM ഉണ്ടാവും. അത് നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെ എന്ത് പറയാനാണ്? അവിടെ കാര്യങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും, മനസ്സിലായില്ലേ? ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു, പിന്നെ ഞാൻ നിർത്തി. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ. 5 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് 10 മിനിറ്റിനകത്ത് പാർലമെന്ററി യോഗം നടന്നിട്ടില്ല. ആര്? ഞാനോ? ഞാൻ പങ്കെടുക്കില്ല. ഞാൻ അതിനെ പങ്കെടുക്കുന്നത്? ഞാൻ പങ്കെടുക്കില്ല. ഇല്ലാത്ത പറയരുത്. പാർട്ടി പ്രവർത്തകരിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടില്ല. പാർട്ടി പ്രവർത്തകരിലും കോടതിയിലുമാണ് എൻ്റെ വിശ്വാസം. ഈ നാട്ടിലെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇന്നും ആ പാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആ ഡിവൈഎഫ്ഐക്കാരൊക്കെ എപ്പോഴും ചോറ് കൊടുക്കുക അല്ലേ? ഇപ്പോഴും ചോറിൻ്റെ പൊതിയും തെരഞ്ഞ് എവിടെയെങ്കിലും ചോറ് പൊതിയുന്നുണ്ടാകും. അവരെന്നോടൊപ്പമാണ്. എനിക്ക് അവരോടാണ് സ്നേഹം. അവരോടൊപ്പം ഞാൻ ഉണ്ടാകും. ഞാൻ കിട്ടിയതൊന്നും വിടൂല. സംസ്ഥാന സെക്രട്ടറിയും വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയും ഉണ്ടാകുമ്പോ അതിന് കൂടെ പാർലമെന്റ് പാർട്ടി അംഗത്വത്തിൽ എങ്ങനെയാണ് താങ്കൾ നിലനിൽക്കാൻ കഴിയുക? ഞാൻ പാർലമെന്റ് ഹൗസിൽ അങ്ങോട്ട് പോകില്ല. നിയമസഭയിൽ എനിക്ക് ഇരിക്കാലോ. കിട്ടിയതൊന്നും വിടുമെന്ന് വിചാരിച്ചിരിക്കില്ല, ഒന്നും വിടില്ല. പൊന്നാര മനുഷ്യ എത്ര ടൈം പറഞ്ഞു എല്ലാവരും പിന്തുണ. നിങ്ങൾ എന്നെ പിന്തുണക്കുണ്ടോ ഈ വിഷയത്തിൽ? ഒരു മിനിറ്റ്, ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്താ പേര്? വിപിൻ എന്നെ പിന്തുണക്കുണ്ടോ ഈ വിഷയത്തിൽ? അല്ലല്ല, ഉണ്ടോ? പരിശോധിക്കല്ലേ. ഇതാണ് നമ്മളെ കേരളക്കാരുടെ പ്രശ്നം. സ്വന്തം അഭിപ്രായം പറയാൻ ധൈര്യമില്ല. അല്ല, നിങ്ങൾ അവർക്ക് അഭിപ്രായം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പത്രക്കാരനായ നിങ്ങളോട് ഇത്രയും വിഷയങ്ങൾ ഞാൻ ചോദിച്ചിട്ട്, പൊന്നു സഹോദര, ഇതിന് നിങ്ങൾക്ക് അഭിപ്രായം? ഞാൻ നിങ്ങളോട് സംസാരില്ല. ടുഡേ നോ മോർ ക്വസ്റ്റ്യൻ ഫ്രം യു. നമുക്ക് അവസാനിപ്പിക്കാം. പൊതുയോഗ പബ്ലിക് മീറ്റിംഗ് ഞായറോ തിങ്കളോ നമ്മളെ പിന്തുണക്കുന്ന നേതാക്കൾ ജനങ്ങളോട് താല്പര്യം, ആളുകൾ സഖാക്കളോട് താല്പര്യം നേതാക്കൾ. പേര് പറയാൻ കുറെ ബുക്ക് വേണ്ടി എഴുതി വെക്കണേ. പിന്തുണയ്ക്കാൻ പറ്റാതെ
മാനസിക നില മാനസിക പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് രഹസ്യമായി പിന്തുണ ഒരുപാട് CPM-ലുണ്ട്. തുടരുകയാണല്ലോ. അപ്പൊ ഇടതുപക്ഷ പിന്തുണയോടുകൂടിയാണ് താങ്കൾ MLA ആയത്. ഇനിയും താങ്കൾ അതിന്റെ യോഗ്യമല്ലാതെ ഇടതുപക്ഷ LDF മുന്നണി പറയുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ മറുപടി? ഞാൻ നടുപക്ഷത്ത് നിൽക്കും. ഇവിടെ ലെഫ്റ്റാണ്, ഇവിടെ റൈറ്റാണ്. MLA ആയിട്ട് തന്നെ ഞാൻ നടുവിലൊരു സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കും. പക്ഷെ അവരുടെ പിന്തുണയോടെ കൂടിയല്ലേ MLA ആയത്? അതൊന്നും വേണ്ട. അവിടെ നടുവിൽ സെൻട്രൽ സീറ്റ് ആയിരുന്നു. ഞാൻ സ്പീക്കറോട് പറയും അടുത്ത സീറ്റ് തരാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നടുവ് എപ്പോഴും ജനങ്ങൾ അവിടെ ഉണ്ടാവും. പാർട്ടി MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടാൽ രാജിവെക്കും. അല്ല, അതൊന്നും ഇപ്പൊ നടക്കണ കാര്യമില്ല. ഈസി ക്വസ്റ്റ്യൻ. അതെ, പബ്ലിക് മീറ്റിംഗ് നമ്മളിപ്പോ തീരുമാനത്തിലെത്താണല്ലോ. കാരണം അവിടുന്ന് ഏതായാലും പുറത്താക്കി, ഇവിടെ എവിടെ എത്തിയിട്ടില്ല. മലപ്പുറത്ത് നേതാവ് അലിഞ്ഞു കയറി വന്ന കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ആ സംസ്കാരം ഒരിക്കൽ ഏതായാലും വേണ്ട. ലീഗ് ഏതായാലും എടുക്കില്ല, മനസ്സിലായില്ലേ? കോൺഗ്രസ് അങ്ങോട്ട് അടുപ്പിക്കില്ല. BJPക്ക് നമുക്ക് പോകാനും പറ്റില്ല. എന്താ ചെയ്യാ? അപ്പൊ എന്തെങ്കിലും ഒരു വഴിയാണ്. രാഹുൽ ഗാന്ധിയുടെ അന്നും ഞാൻ പറഞ്ഞതാണ്, അത് വക്രീകരിച്ചതാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന, ഒരു മിനിറ്റ്, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹാവ്യക്തി കിടന്നുറങ്ങിയ വീടാണ് എൻ്റെ വീട്, മനസ്സിലായോ? അപ്പം ഞാൻ അന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ DNA. അതിന് ആ ബയോളജിക്കൽ DNA എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു എന്താ ശ്രമമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്തു. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ED എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ അന്ന് ഇന്ത്യ മുന്നണി BJPക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ പ്രചരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും അനാവശ്യമായി DD അറസ്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു പ്രചരണായുധമായിരുന്നു. ആ സമയത്താണ് ഈ സാധു ഇവിടെ വന്നപ്പോൾ ഇയാളെ പറഞ്ഞ് പറ്റിച്ചാണ്. ഇപ്പം ഈ പറഞ്ഞത് എനിക്കെന്തല്ലാതെ ഞാൻ പലതും പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ഞാൻ നിങ്ങളോട് ക്ലിയർ ചെയ്യുക. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇവിടെ 4 വോട്ട് കിട്ടണം. ആ കൂട്ടത്തിലോ ജവി പറഞ്ഞു കൊടുത്താണ്. അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുമോ? അദ്ദേഹം ചോദിക്കുമോ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഒരിക്കലും ചോദിക്കില്ല. അദ്ദേഹം സുബോധത്തോടു കൂടി നല്ല മനസ്സോടു കൂടിയാണ്, ഓർമ്മയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം ചോദിക്കില്ല, വിശ്വസിക്കുന്നതന്നെ. അപ്പോൾ പിന്നെ അതിന് മറുപടി അറിയണ്ടേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണം എന്ന്? അത്ര ഉണ്ടായിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി, രാഹുൽ കുടുംബം, ഇന്ദിരാജി, രാജീവ് ഗാന്ധി, ഇതെല്ലാം അന്നും ഇന്നും നമ്മൾ ബഹുമാനത്തോട് ശ്രദ്ധ നോക്കുന്ന. രാഹുൽ ഗാന്ധി മരിക്കുന്നതിന് 15 ദിവസം മഞ്ചേരിയാണ് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ K കരുണാകരനും AK ആന്റണി അവിടെ നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിനെ കാറ് കയറ്റാൻ. രാജീവ് ഗാന്ധി 91 മരിക്കുന്നതിന് 14 ദിവസം മുമ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാ. വാപ്പ കാറുമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വന്ന് കയറിയത് വാപ്പാന്റെ കൂടെയാണ്, അല്ലേ? രാജീവ് ഗാന്ധി കയറിയത്. എന്നിട്ട് അന്ന് സതീശൻ എന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധു മരിക്കുന്നത്. ഈ സതീശന് ഭ്രാന്തായി. അറിയാം നമുക്ക്, അവന് ചികിത്സിക്കേണ്ടി വന്നു. കാരണം രാജീവ്ജി കയറിയത് ഫ്രണ്ട് സീറ്റിലാണ്. എന്നിട്ട് ഇവന് ഷെയ്ക്കാൻ്റെ അടുത്ത് അവനെ ഒന്ന് തൊട്ടി, ഒന്ന് തലോടി. അന്ന് ചെറിയ പയ്യനാ, 20-22 വയസ്സാ സതീശന്. അവന് മാനസികമായി പ്രശ്നമായി. 2-3 മാസം അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ കുടുംബമാണ്. അപ്പം ആ കുടുംബത്തിൻ്റെ മേന്മ പറയാൻ ഇപ്പം രാഹുൽ ഗാന്ധി ഈ ജയ് എന്ന് പറഞ്ഞേക്കാളും മേന്മല്ലോനും അതിന് പാരമ്പര്യമുള്ളവനാണ്. പക്ഷെ രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ വ്യതിചലനം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെക്യുലർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു. ആ സെക്യുലർ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ചില നേതാക്കന്മാർ ആ സെക്യുലറിസം മുഴുവൻ കഴിവിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് RSSനും BJPക്കും അടിയറ വെക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ EV അൻവർ അതിലുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഭയങ്കര ആ കുടുംബത്തിന് അങ്ങനെയല്ലേ? നമ്മളെ പാരമ്പര്യം ഏതാണ്? ഇനി പോട്ടെ 2026 വരെ